അരിസ്റ്റോട്ടൽ, ആ ഞാൻ റെക്കോർഡിംഗ് വെച്ചിട്ടുണ്ടേ. ആ ആ ആ. ഹലോ, അരിസ്റ്റോട്ടൽ കേൾക്കാവോ? ആ കേൾക്കുന്നുണ്ട്. അരിസ്റ്റോട്ടൽ, റെക്കോർഡിംഗ് വെച്ചിട്ടുണ്ടാ? ആ ആ ആ ആ ഞാൻ വെച്ചിക്കണേ. ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. എന്തിനുണ്ടോ വിളിച്ചാൽ മതി. ഓക്കെ. ആ ഓക്കെ ഓക്കെ. വേറെ ക്ലാസ്സിൽ എടുത്ത കേസുകൾ ഏതൊക്കെയാന്ന്? എന്തോ വേറെ ഏതൊക്കെ കേസുകളാ വന്നത്? എനിക്ക് പിന്നെ ഈ സ്കിന്നിന്റെ കുറെ വരുന്നുണ്ട് സാറേ. സ്കിന്ന് ആ അത് പക്ഷെ ഇങ്ങനെ എന്താ ഈ ലൈക്കൻ പ്ലാന്റ്സ് ഇല്ലേ, ആ അത് വരുന്നുണ്ട്. ആ അത് എന്നിട്ട് ഈ ഉം. എന്താ ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ നോക്കിയിട്ട് ഞാൻ ആട്രമ കൊടുത്തത്. അത് പക്ഷെ കുറച്ച് ബെറ്റർ ആയി വരുന്നുണ്ട് അത്. ഞാൻ സാവധാനം ബെറ്ററായി വരുള്ളൂ. എന്തോ സാവധാനം കുറയുള്ളൂ. ആണ്. അപ്പൊ ഏകദേശം എത്ര അവരിങ്ങനെ ചോദിക്കുന്ന കുറെ നാൾ ഇത് കഴിക്കേണ്ടി വരുമോ എന്നൊക്കെ ചോദിക്കും. അത് കുറെ നാൾ കഴിക്കേണ്ടി വരും. ആണല്ലേ? ഉം. ആ ലൈക്കൻ പ്ലാനസ് വരുന്നുണ്ട്. പിന്നെ ഈ ഇപ്പൊ ഉള്ളത് ഇതാ സാറേ, ഈ ഫംഗൽ ഇതില്ലേ, ടീനിയ ഇനിയ ടീനിയ അതെല്ലാം ഇതുണ്ട്. ടീനിയ ക്രൂറിസ് ഉണ്ട്, എല്ലാം ഇങ്ങനെ അല്ലാത്ത കുറെ ഉണ്ട്. അത് ടീനിയയുടെ തന്നെ പട്ടച്ചുറി പോലെ. ടീനിയ ക്രൂറിസിന് ഞാൻ സാധാരണ കൊടുക്കല് ബയോകെമിക്കാണ്. ഏതാ കൊടുക്കുന്നത് സാറേ? കൽക്കര സൾഫ്. ആ ആ കൽക്കര സൾഫും കലിസൾഫും ആണ് ബയോകെമിക്കല് ഫംഗൽ ഇൻഫെക്ഷന് വരുന്ന മരുന്ന്. ആണോ? പിന്നെ ഡെയിലി വാഷ് ചെയ്യാൻ പറയും. 6X ആ BD TDS ഒക്കെ കൊടുക്കും. 2 വീതമാ? 2 വീതം കൊടുക്കും, ചില കേസിൽ 3 വീതം കൊടുക്കും. അതിന് മറ്റേ മെഡിസിൻ ആയിട്ട് ഒന്നും കൊടുക്കണ്ടേ സാറേ? ഞാൻ സൾഫർ കൊടുക്കുന്നുണ്ട്. ആ സൾഫർ കൊടുക്കാം. സൾഫർ ഹോട്ട് പേഷ്യന്റ് ആകുമ്പോ ആ വരും. അത് ചൊറിഞ്ഞിട്ട് തോല് പോണ അവസ്ഥ ഉണ്ടല്ലോ. ആ ആ ആ ഉം. പിന്നെ വേറെ കേസുകളൊന്നും, സ്ട്രോക്ക് കേസ് എന്തെങ്കിലും കിട്ടിയോ? ഇല്ല സാറേ, ഇല്ല. ഇല്ല. സ്ട്രോക്ക് കിട്ടിയില്ല. ഹൈപ്പർ ടെൻഷൻ? ഹൈപ്പർ ടെൻഷൻ ഹൈപ്പർ കിട്ടിയിട്ടില്ല. ടെൻഷൻ ഇത് ഇത് ഇല്ല. കിട്ടിയായിരുന്നു. ഡയബറ്റിക്സ് ഡയബറ്റീസ്? കിട്ടിയായിരുന്നു. ആ ഡയബറ്റീസ് ഒരു കേസ് കിട്ടി. അത് ആ FPS 380 ആയിരുന്നു. എന്നിട്ട് അതിന് ഫാസ്റ്റിംഗ്. എന്നിട്ട് ലൈക്കോ കൊടുത്തു ഞാൻ. ലൈക്കോ അല്ല, ലൈക്കോ. മറന്നുപോയി സാർ. ഏതോ മെഡിസിനോ മറന്നുപോയി സാറേ. എന്നിട്ട് പിന്നെ ഫാസ്റ്റിങ്ങിൽ അവർക്ക് 280 ആയി. അല്ല, 200 ആയി ഫാസ്റ്റിങ്ങില്. അവര് ടെസ്റ്റ് ചെയ്യാൻ പോയ ലാബിലെ മനുഷ്യർ അവരെ പേടിപ്പിച്ചു. 200 എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കൂടുതലാന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് അവർ അലോപ്പതിയിലോട്ട് പോയി. അപ്പൊ ഞാനിട്ട് അപ്പൊ പിന്നെ അവർക്ക് ഞാൻ പറഞ്ഞു 380 കഴിഞ്ഞിട്ട് പിന്നെ 200ലേക്ക് കുറഞ്ഞു വരുമല്ലായിരുന്നു ചെയ്ത്, നിങ്ങളത് വെയിറ്റ് ഒന്നും ചെയ്തിടായിരുന്നോ എന്ന് ചോദിച്ചായിരുന്നു. ആ ആ എന്നിട്ട് പിന്നെ അവർ ആ ഇംഗ്ലീഷ് മരുന്ന് കുറച്ച് ഒരാഴ്ചത്തേനും കണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കഴിയുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ. എന്താണ് ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നത്? ഇൻഡിക്കേഷൻ അതിന്റെ എന്തായിരുന്നു അത്? ഇൻക്രീസ് എന്തോ, അത് നോക്കിയാണ് സാറേ, ഞാനപ്പോ മറന്നുപോയി. ഞാനിപ്പോ സൾഫറിന്റെ ഇൻഡിക്കേഷൻ ആണെന്ന് തോന്നുന്നു വന്നേ. സാറ് പറഞ്ഞ ഇതില് ഞാൻ മറന്നുപോയി. അതിപ്പോ കേസ് മറന്നുപോയി. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത വിഷയങ്ങളിൽ വന്ന കേസുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്കിതാ വന്നത്, ഇത് ഡയബറ്റിക്സിന്റെ ഒരെണ്ണം വന്നേ അതിനുശേഷം.
ഓക്കെ. കേസ് വളരെ കുറവല്ലേ? തൈറോയ്ഡ് കേസ് കിട്ടിയോ? തൈറോയിഡ് കേസ് അന്ന് വന്നായിരുന്നല്ലോ സാർ, അത് ഗോയിട്രു പോലത്തെ ഗോയിട്രു. ആ പിന്നെ ഒരു മിക്സെഡിമ വന്നു, മിക്സെഡിമ ആ കുഞ്ഞി ചെറിയ കുട്ടിക്ക് വന്നു. സാറിനോട് ഞാൻ ചോദിച്ചായിരുന്നു. ആ അവരുടെ ഇത് വന്നത് എത്ര 100 കൊച്ചിന്റെ ഇത് വന്നത്, TSH ഉം, അങ്ങനെ. ഉം. എന്നിട്ട് നമ്മളത് ഓട്ടോമ്യൂൺ ആണോ അല്ലേന്ന് നോക്കണം കേട്ടോ. ഉം ഉം. അതിന്റെ ചിലത് വെറും ഫാദറിനുണ്ടെന്നാ ഓട്ടോമ്യൂൺ പറഞ്ഞ. അല്ല. ഫാദറിന്, ആ കൊച്ചിന്റെ ഫാദറിനുണ്ടെന്നാ പറഞ്ഞ തൈറോയിഡ് കംപ്ലൈൻസ്. അപ്പൊ മിക്കവാറും ഓട്ടോമ്യൂൺ ഫെമിലിയിലാവുമ്പോ, ഫെമിലിയൽ കേസുകളാവുമ്പോ മിക്കവാറും ഓട്ടോമ്യൂൺ ആവാൻ സാധ്യത ഉണ്ട്. അങ്ങനത്തെ കേസിന് കാർസിനോസിൻ വരും. കാർസിനോസ്, ഓക്കെ. ഉം. അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് എന്താണ്? ഹൈപ്പർ ടെൻഷൻ എടുത്തിട്ടുണ്ട്, ഡയബറ്റീസ് എടുത്തിട്ടുണ്ട്, ADHD എടുത്തിട്ടുണ്ട്, ലേണിംഗ് ഡിസബിലിറ്റി എടുത്തിട്ടുണ്ട്, പിന്നെ സ്ട്രോക്ക് എടുത്തിട്ടുണ്ട് അല്ലേ? ഭവ്യ സിസ്റ്റർ എന്താ പറയുന്നത്? PCOD എടുത്തു. PCOD. PCOD എടുത്തിട്ടില്ല നമ്മളെടുത്തത്. അതല്ല, അത് വിഷയമല്ലാത്തതുകൊണ്ട് അത് കാര്യമായിട്ട് എടുത്തിട്ടൊന്നുമില്ല. പറഞ്ഞായിരുന്നു. സിസ്റ്റർക്ക് ഇതിലേതെങ്കിലും കേസുകൾ കിട്ടിയിട്ടുണ്ടോ? കേസുകള് PCOD വന്നായിരുന്നു സാറ്. ആ ഞാന് ബ്രൈയ കൊടുത്തു വിട്ടേക്കുന്നത്. ആ എന്താ കാരണം? ബ്രൈ നേരത്തെ കൊടുത്ത് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ആ അപ്പൊ അങ്ങനെ കൊടുത്തതാ, നോക്കാൻ വേണ്ടി കൊടുത്തു. അധികമായില്ല, കൊടുത്തേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോ കഴിഞ്ഞ ക്ലാസ് എടുത്ത സംഗതികൾ ഏതെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാണ്ടോ നിങ്ങൾക്ക്? കാരണം കുറെ സംസാരിച്ചോട്ടെ, ചോദിച്ചോട്ടെ. ഓക്കെ അന്ന് ഓക്കെ. നമ്മള് കാർസിനോസിൻ കൊടുത്ത ആ പേഷ്യന്റിന് ഇപ്പൊ 1 വീക്ക് ആയിട്ട് ഓൺ ആൻഡ് ഓഫ് ആയിട്ട് ഷുഗർ വന്നിട്ട് 280-ലൊക്കെയാണ് നിൽക്കുന്നത്. ഈവൻ 4 hours-ഉം 6 hours-ഉം ഒന്നും കഴിഞ്ഞിട്ട് ഇപ്പൊ കുറയുന്നില്ല. ആ അപ്പൊ അങ്ങനെ നമ്മൾ ആകുമ്പോൾ ഇനി അതെന്താ ചെയ്യാ? നെക്സ്റ്റ് പൊട്ടൻസി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. കാർസിനോസിൻ 1 mg കൊടുക്കട്ടെ? ആ 1 pill in 10 ml or 1 pill directly? ഒരു പില്ല് ഡയറക്റ്റ്ലി കൊടുത്താൽ മതി. അറിയാം. ഓക്കെ. മോർണിംഗ് ടൈം അല്ലേ? ആ സാറ് ഈ ഡയബറ്റീസും
ഹൈപ്പർ ടെൻഷനും കൂടെ ടുഗദർ ചേർന്ന് വരുവാണെങ്കിൽ വർഷങ്ങളായിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ബരൈറ്റാമോർ കൊടുക്കാനാണ് സാറ് പറഞ്ഞതേ. നമ്മളത് എങ്ങനെ കൊടുക്കാൻ പറ്റും? നമുക്കത് സിംഗിൾ ഡോസ് ആണോ റിപ്പീറ്റഡ് ആയിട്ടോ? അതെങ്ങനെയാ? അത് നമുക്ക് റിപ്പീറ്റഡ് ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എത്ര ദിവസം അത് നിൽക്കുന്നുണ്ടെന്ന് അറിയണതിന്റെ റിസൾട്ട്. നമ്മള് നമുക്കിപ്പോ ഒരു സിംഗിൾ ഡോസ് നമ്മൾ കൊടുത്ത് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് നോക്കാണോ, അതോ 2 വീക്സോ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്? ഒരു വീക്ക് കഴിഞ്ഞിട്ട് നോക്കാം, 2 വീക്സ് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ എത്ര സമയം കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഡയബറ്റീസ് വിത്ത് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോൾ ഈ രണ്ടിനും കൂടിയാണോ നമ്മൾ ഈ പാരസെറ്റമോൾ കൊടുക്കുന്നത്, അതോ അതിലെ ഹൈപ്പർ ടെൻഷനെയാണോ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ബറൈറ്റാമോർ ശരിക്കും ഹൈപ്പർ ടെൻഷൻ ആണ്. അതായത് ക്ലാസിക്കൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയില്ല നമ്മൾ. പ്രായമാകുമ്പോൾ നാച്ചുറലായിട്ട് വരുന്ന ആർട്ടീരിയോസ്ക്ലീറോസിസ് വരുമ്പോൾ സിസ്റ്റോളിക് ഹൈപ്പർ ടെൻഷൻ ആണ് ഉണ്ടാവുക. ഡയസ്റ്റോളിക് നോർമൽ ആയിരിക്കും. അപ്പൊ ഈ ടെമ്പററി ഇൻക്രീസ് ഓഫ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് അക്വണൈറ്റ് നമുക്ക് കൊടുക്കാൻ പറഞ്ഞു. പെട്ടെന്ന് എന്തെങ്കിലും സ്ട്രെസ് എന്തെങ്കിലും വരുമ്പോൾ ഉണ്ടാവുന്നത് അക്വണൈറ്റ് ഉള്ള മരുന്നുകളുണ്ടല്ലോ, അത് കൊടുത്തു കഴിഞ്ഞാൽ വേഗം കുറയും. ഇത് ക്രോണിക് ഹൈപ്പർ ടെൻഷൻ ആണ് ബറൈറ്റാമോറിന്റെ കേസൊക്കെ. അതേപോലെ വളരെ കോമൺ ആയിട്ട് വരുന്ന ഇതാണ് ഹൈപ്പർ ടെൻഷനിൽ ഒന്ന് ഈ ആർട്ടീരിയോസ്ക്ലെറോസിസ് കൊണ്ട് വരുന്ന ഹൈപ്പർ ടെൻഷൻ. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് എക്സസ് സാൾട്ട് കൊണ്ട് വരുന്നതാണ്. അപ്പൊ സാൾട്ട് ഇൻടേക്ക് കുറക്കുക, പൊട്ടാസ്യം ഇൻടേക്ക് കൂട്ടുക, നാട്രമൂർ കൊടുക്കുക. പക്ഷെ അക്യൂട്ട് കേസിന് അങ്ങനത്തെ കേസിൽ ചിലപ്പം അപ്പിസ് കൊടുത്തിട്ട് പിന്നെ നാട്രമൂർ കൊടുക്കേണ്ട കേസുകളും ഉണ്ടാവും. പിന്നെ എപ്പിസ് കൊടുത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മാസമൊക്കെ വെയിറ്റ് ചെയ്യാം. 1 month. അപ്പൊ എപ്പിസ് ഏത് കണ്ടീഷൻസിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണ്ടേ? എപ്പിസ് ശരിക്ക് ഈ സോഡിയം റിട്ടൻഷൻ ഇതുണ്ടാവുമ്പോഴേ സോഡിയം കൂടുതലാവുമ്പോഴേ വാട്ടർ റിട്ടൻഷൻ വരുമ്പോഴാണോ വോളിയം ഓവർലോഡ് വരും. അപ്പൊ അതൊരു എന്താ പറയാ, നാട്രമൂർ ചിലപ്പോ ഫസ്റ്റ് തന്നെ കൊടുത്തു കഴിഞ്ഞാലൊന്നും ചിലപ്പോ ആക്ട് ചെയ്യില്ല. അപ്പൊ അപ്പിസ് കൊടുത്തു കഴിഞ്ഞാല് ഇത് പെട്ടെന്ന് കുറയും. പെട്ടെന്ന് കുറയാന്ന് പറഞ്ഞാൽ ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ കുറയും. പിന്നെ നാട്രമൂർ പിന്നീട് കൊടുക്കുമ്പോൾ എപ്പിസ് പിന്നെയും വർക്ക് ചെയ്ത് കൊണ്ടുവെക്കും. പിന്നെയും അത് കഴിഞ്ഞതിന് ശേഷം എപ്പിസിന്റെ ജോലി കഴിഞ്ഞാൽ പിന്നെ നാട്രമൂർ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രശ്നങ്ങളും അതുകൊണ്ട് മാറും. വളരെ കോമൺ ആയിട്ട് വരുന്ന ഹൈപ്പർ ടെൻഷൻ ഇങ്ങനെയൊക്കെയാണ്. സർ, ഒരു ഡൗട്ടേ, ഇപ്പൊ ഒരു ഈ ഹൈപ്പർ ടെൻഷൻ ഒന്നും ഇല്ലാത്ത ഒരു പേഷ്യന്റിന് അതർ മെഡിക്കേഷൻസ് കൊണ്ട് ചിലപ്പം അവർ ഡയബറ്റീസിന്റെ വർഷങ്ങളായിട്ട് മെഡിസിൻ എടുക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള പല മെഡിക്കേഷൻസ് കൊണ്ട് ചിലപ്പോൾ അവർക്ക് ഈ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാമല്ലോ. അപ്പൊ അങ്ങനെ വരുന്നവർക്ക് നമുക്ക് ഏത് കൊടുക്കാൻ പറ്റും ഇതില്? എങ്ങനെ ഹൈപ്പർ ടെൻഷൻ ആണ്? അതായത് അവർക്ക് ആക്ച്വലി അവർക്ക് പ്രത്യേക ഒരു പാത്തോളജിയും കൊണ്ടല്ല, മെഡിസിനൽ ആയിട്ട് വരുന്ന ഡിസീസസ് ഉണ്ടല്ലോ ഹൈപ്പർ ടെൻഷൻ. ഇപ്പം അങ്ങനെ വരുന്നുണ്ട് ചിലർക്ക്. ഹൈപ്പർ ടെൻഷൻ വരാനുള്ള കാരണങ്ങള് അതിന്റെ അലോപ്പതി മെഡിസിൻ അല്ല. ഹൈപ്പർ ടെൻഷൻ വരണമെന്നുണ്ടെങ്കിൽ ഒന്ന് വാസ്കുലാർ കൺസ്ട്രിക്ഷൻ വരണം. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു കുഴല് ചെറുതാക്കി കഴിഞ്ഞാൽ വെള്ളം വരുമ്പോ നിങ്ങൾ നാലേശ് നോക്കൂ, പൈപ്പിൽ കൂടെ വെള്ളം വരുമ്പോ കുറച്ചുകൂടി ഫോഴ്സ് ഉണ്ടാവില്ലേ? അത് ലോക്കലായിട്ട് ചിലപ്പോ മറ്റേ കോയാക്ടേഷൻ ഓഫ് അയോട്ട അങ്ങനെ ആവാം. അതല്ല ആർട്ടീരിയോസ്ക്ലീറോസിസ് കൊണ്ട് വരുന്ന കൺസ്ട്രിക്ഷൻ ആവാം. ഇങ്ങനെയൊക്കെ ആവാം. പിന്നെ മെഡിസിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കാലോ. അത് അങ്ങനെയാണ് സംഭവിക്കുന്നത്, നമ്മൾ നോക്കണം. പിന്നെ വരുന്നത് വോളിയം ഓവർലോഡാ. വോളിയം ഓവർലോഡ് വരുമ്പോഴും ഇതേപോലെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും.
ഉം, ഉം, ഈ രണ്ട് സംഗതികൾ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുള്ളൂ. ഉം. പിന്നെ അപ്പൊ പിന്നെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കുന്ന കാരണങ്ങൾ ഹാർട്ടിന്റെ പാത്തോളജി, ഇങ്ങനത്തെ പാത്തോളജിക്കൽ കണ്ടീഷൻ ആയിട്ട് സർക്കുലേഷനെ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹൈപ്പർ ടെൻഷൻ. അപ്പൊ അത് ആ ഹൈപ്പർ ടെൻഷൻ അല്ല ചികിത്സിക്കേണ്ടത്, അതിന്റെ പാത്തോളജിനെ ചികിത്സിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഓക്കെ. ഇപ്പൊ വാൽവുലാർ ഡിസീസ് ഉണ്ടെങ്കിൽ വാൽവുലാർ ഡിസീസിനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ടിഞ്ചർ മെഡിസിൻ ഒക്കെ കൊടുക്കുന്നത് ശരിയാണോ സാർ ഇതിന്റെ കൂടെ? ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റവോൾഫി ഒക്കെ കൊടുക്കും, പക്ഷെ റിസൾട്ട് ഡിപെൻഡന്റ് ആവരുത്. ചിലപ്പോ റിസൾട്ട് ഹൈ ആയിട്ടിരിക്കുന്നതൊക്കെ നമ്മളത് ഒരു 10 ഡ്രോപ്സ് എല്ലാം കൊടുക്കുമ്പം കുറയുന്നുണ്ട്. പക്ഷെ അത് പിന്നെ നിർത്തി കഴിഞ്ഞാൽ രണ്ടാമത് ഷൂട്ട് ചെയ്യരുത്. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും അല്ലേ? അല്ല, ഷൂട്ട് ചെയ്യരുത്. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് പ്രശ്നം വരിക, പെട്ടെന്ന് കൂടുമ്പോ. അപ്പൊ അങ്ങനെ വരുന്നില്ലെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം പേഷ്യന്റിന് കുറഞ്ഞു വന്നിട്ട് പിന്നെ ഡ്രോപ്സ് കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് 3 ഡ്രോപ്സ് 1 ഡ്രോപ്പിലൊക്കെ പോകുന്നവരുണ്ട്. അപ്പൊ അവർക്ക് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അത് ഞാൻ സിസ്റ്റർ കേസ് കണ്ടിട്ടുണ്ട്. അപ്പോ അങ്ങനത്തെ കേസുകളില് അത് ഏത് ടൈപ്പ് കേസാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു നോളജ് ആവും. മനസ്സിലായില്ലേ? എന്ത് പാത്തോളജി അവർക്കുള്ളതെന്നല്ലേ? എന്തുകൊണ്ടാണ് അത് വർക്ക് ചെയ്തതെന്ന്, അവിടെ വർക്ക് ചെയ്തത് ഏത് കേസിലാണ് വർക്ക് ചെയ്തതെന്ന് ഏതാ സിസ്റ്റർ എന്ന് പറഞ്ഞേ. അത് പ്രത്യേകിച്ച് അവർക്കൊന്നുമില്ല. ഒരു പ്രഷർ ഉണ്ടായിരുന്ന പ്രഷറിന് ഒരു ഗുളിക കഴിച്ചുകൊണ്ടിരുന്നു, അങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ. ഞാനിപ്പോ അതിനെ കുറിച്ച് എന്തായിരിക്കും എത്ര വയസ്സിലെ പേഷ്യന്റാ? ഓൾഡ് പേഷ്യൻസാ, ഒരു 60 above ഒക്കെ ഉള്ളവരാ. പ്രഷർ എത്ര ആയിരുന്നു ട്രീറ്റ് ചെയ്യുമ്പോ? ഞാൻ ട്രീറ്റ് ചെയ്യുമ്പം 160, 100 അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പേഷ്യൻസ്. ഇതൊക്കെ പറഞ്ഞ് 130, 130, 90ലേക്കൊക്കെ ആയിട്ടുണ്ട്. 90, 80 ഒക്കെ വന്നിട്ടുണ്ട്. അതായത് സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. രണ്ടും ഇൻക്രീസ് ചെയ്തേക്കുന്നവരാ ഡോക്ടർ. അപ്പൊ നമ്മളത് വെരാട്രിമേലിയാ സാർ ഇവിടെ പറഞ്ഞേക്കുന്ന അങ്ങനെയുള്ളവർക്ക് കൊടുക്കാം അല്ലേ? സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും കൂടി വരുന്നവർക്ക് വെരാട്രിമേലിഡി എന്നല്ലേ സാർ? ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പീസ് കൊടുത്തിട്ട് നാട്രമൂർ കൊടുത്തു കഴിഞ്ഞാല് ഇത്തരം കേസുകളിൽ മാറ്റം ഉണ്ടാവാം. അത് നമ്മള് ഇപ്പത്തെ കാലത്ത് പണ്ടുള്ള പോലെയല്ല, നമ്മൾ ഉപ്പല്ല ധാരാളം കഴിക്കുന്നുണ്ട്. ചില ആളുകളിൽ ഉപ്പ് കഴിക്കുന്നത് അത്ര എലിമിനേറ്റ് ആയിട്ട് പോയിട്ടില്ലെങ്കിൽ വാട്ടർ റിട്ടൻഷൻ കൂടും. അത് മെയിൻ കാരണം. അപ്പൊ നമ്മൾ ഉപ്പ് കുറച്ചാൽ തന്നെ ഇവർക്ക് ഹൈപ്പർ ടെൻഷൻ കുറയും. അല്ലെങ്കിൽ സോഡിയം പമ്പിന്റെ പ്രശ്നങ്ങളൊക്കെ ആവും. അങ്ങനെ വരുമ്പോഴൊക്കെയാണ് നമുക്ക് നാട്രമൂർ വർക്ക് ചെയ്യുക. പൊട്ടാസ്യം, ചിലപ്പോൾ ചില ആളുകൾക്ക് പൊട്ടാസ്യം കുറവായിരിക്കും. അപ്പൊ നമ്മള് നോക്കേണ്ട എന്താന്ന് വെച്ചാല് ഇലക്ട്രോലൈറ്റ് നോക്കണം. ഈ ഹൈപ്പർ ടെൻഷൻ വരുന്നവർക്ക് നമ്മൾ ഇലക്ട്രോലൈറ്റ് ചെക്ക് ചെയ്യണം. ഇലക്ട്രോലൈറ്റ് ചെക്ക് ചെയ്യണം. അങ്ങനത്തെ കേസ് ഡൗട്ടുള്ള കേസുകളൊക്കെ ഇലക്ട്രോലൈറ്റ് ചെക്ക് ചെയ്യണം. കാരണം എന്താന്ന് വെച്ചാല് സർക്കുലേഷൻ നമ്മളെ ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 ലിറ്റർ ഉണ്ടല്ലോ. ഈ 5 ലിറ്റർ മാത്രല്ല ഈ പ്രശ്നം. നമ്മളെ ബോഡിയിലെ മൊത്തം 60% വെള്ളമാണ്. വെള്ളം മീൻസ് ലിക്വിഡ് ആണ്. അപ്പോ ഈ ബ്ലഡിലുള്ളതും അതിന്റെ പുറത്തുള്ളതും ഒക്കെ ആയിട്ടുള്ളൊരു ഹോമിയോസ്റ്റാസിസ് ആണ് നടക്കേണ്ടത്. അപ്പൊ ഇത്രയും 60% അല്ലെങ്കിൽ 70% ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്ത്? ഇലക്ട്രോലൈറ്റ്സ്. അപ്പോ നമ്മള് ഇലക്ട്രോലൈറ്റ്സ് നോക്കിക്കഴിഞ്ഞാല് അവിടെ പൊട്ടാസ്യം കുറഞ്ഞിട്ടുണ്ടോ, അതോ ആൽബുമിൻ കുറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ സോഡിയം കുറഞ്ഞിട്ടുണ്ടോ, അതോ കൂടിയിട്ടുണ്ടോ, ഇതൊക്കെ നമുക്കറിയാലോ. അപ്പം അങ്ങനത്തെ കേസിന് നമ്മൾ നോക്കുന്ന നല്ലതാ. എന്നാലും ഈ സോഡിയം കുറയും പൊട്ടാസ്യം കുറയും ഒക്കെ ചെയ്യുമ്പോ ഓരോന്നും കുറയുന്നതനുസരിച്ച് ഡിഫറെന്റ് മെഡിസിൻ കൊടുക്കണോ, അതോ നമ്മൾ എപ്പിസ് കൊടുത്തിട്ട് നാട്രമൂർ കൊടുത്താൽ മതിയോ? ഏത് വന്നാലും പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാല്
ആ നമുക്ക് ഒരു മരുന്ന് വർക്ക് ചെയ്യുമ്പോൾ അത് ഇന്ന ഉം, കേസിന് ഇങ്ങനെ വരുമ്പോഴാണ് ഇത് വർക്ക് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. ആ അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല. നമുക്കതിൽ നിന്നൊരു ഒബ്സർവേഷൻ ആ ഉണ്ടാക്കിയെടുക്കാൻ ഒന്നും പറ്റും. കിട്ടില്ല. ഉം, കാരണം എന്താന്ന് വെച്ചാല് സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും വർക്ക് ചെയ്യുമ്പോൾ അത് ഉം, ഉണ്ടാവുമ്പോ ഉം, റോൾഫി വർക്ക് ഉം, ചെയ്യുന്നുണ്ട്, ഉം, എപ്പിസ് വർക്ക് ചെയ്യുന്ന എപ്പിസും നാട്രമൂറും വർക്ക് ചെയ്യുന്നുണ്ട്, വെലേട്രമീരിഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് നമുക്കറിയില്ലല്ലോ. ഉം, ഉം, ഉം. മനസ്സിലായില്ലേ? ആ അപ്പൊ അതിൽ ഏതാണ് എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാലോ. ഉം, പിന്നെ ഞാൻ പറഞ്ഞ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോണിക് ഹൈപ്പർ ടെൻഷൻ വന്നിട്ട് ലെഫ്റ്റ് വെൻട്രിക്കുലാർ ഹൈപ്പർട്രോഫി ഉണ്ടാവും. ലെഫ്റ്റ് വെൻട്രിക്കുലാർ ഹൈപ്പർട്രോഫി ഉണ്ടായിട്ട് വെർട്ടേഗോ ഉണ്ടാവും. അങ്ങനെ വരുന്ന കേസിന് അയോഡം സ്പെസിഫിക് ആണ്. അത് ആ കേസുകൾ നമുക്ക് കിട്ടും. ഹൈപ്പർ ടെൻഷനും വെർട്ടേഗോ ആയിട്ട് വരുന്ന കേസുകൾ ഉം, ഈ കേസും നമുക്ക് കിട്ടും. അതായത് ക്രോണിക് അൺട്രീറ്റഡ് ഹൈപ്പർ ടെൻഷനിൽ വരുന്ന കോംപ്ലിക്കേഷൻ ആണ് ലെഫ്റ്റ് വെൻട്രിക്കുലാർ ഹൈപ്പർട്രോഫി. ഉം, അപ്പോ ആ പേഷ്യന്റിന് ചില പേഷ്യൻസിന് എന്തുണ്ടാവും, വെർട്ടേഗോ ഉണ്ടാവും. ഉം, അങ്ങനെ വരുമ്പോൾ നമ്മള് അയഡം കൊടുത്തു കഴിഞ്ഞാല്, എൻ്റെ അടുത്തൊരു കേസ് ഉണ്ട് അങ്ങനത്തെ. അയഡം കൊടുത്തു കഴിഞ്ഞാല് ഉം, നോർമലായിട്ട് വളരെ പെട്ടെന്ന് 2-3 മാസം കൊണ്ട് കംപ്ലീറ്റ് നോർമലാവും. വെർട്ടേഗോ കംപ്ലീറ്റ് ഡിസപ്പിയർ ആവും. ഒരു 2-3 ആഴ്ച കൊണ്ട് തന്നെ ഡിസപ്പിയർ ആവും. ഉം. സാർ എനിക്കൊരു കേസ് ഉണ്ടായിരുന്നേ. ആ പേഷ്യന്റ് വെർട്ടേഗോ ആയിരുന്നു. അപ്പൊ ആ ഞാൻ ആ പേഷ്യന്റെ സിംറ്റംസ് വെച്ചിട്ട് ഞാൻ ഫോസ്ഫറസ് കൊടുത്തു, ഒരു ഡോസ്. ഫോസ്ഫറസ് കൊടുത്തപ്പം ആ പേഷ്യന്റ് 2 ദിവസം കൊണ്ട് തന്നെ വെർട്ടേഗോ കംപ്ലീറ്റ് ഉം, മാറി, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ കുറെ നാൾ കഴിഞ്ഞപ്പോ ഒരു കുറെ ഉം, 5-6 മാസമായി. അപ്പൊ ഉം, ഈയിടെ ആ പേഷ്യന്റിന് ഒരു ചെസ്റ്റ് പെയിൻ പോലെ വന്നപ്പം ഉം, പിന്നെ പോയിട്ട് പെട്ടെന്ന് അവർ ECG എല്ലാം എടുത്തു. ഉം, പിന്നെ ഒരു മെഡിക്കൽ കോളേജ്, പല ഹോസ്പിറ്റലിൽ അങ്ങനെ വിട്ടവർ മെഡിക്കൽ കോളേജ് വരെ എത്തി. പിന്നെ ഉം. അവിടെ അത് നോക്കിയപ്പോഴാണ് ഈ ബ്രുഗാഡോ സിൻഡ്രോം എന്ന് പറഞ്ഞ ജനറ്റിക്കലി വരുന്ന ഒരു അതെ അതെ. ആക്ടിനിയ പോലെ ആ, ആ. അതാണെന്ന് കണ്ടുപിടിച്ചു. പക്ഷെ അന്നേരം അതിന്റെ ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ഒന്നുകൂടെ സ്റ്റഡി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ആ ഡിസീസിന്റെ, ഈ ബ്രുഗാഡോ സിൻഡ്രോമിന്റെ പ്രധാന ഒരു സിംറ്റം ആണ് ഈ വെർട്ടേഗോ. ആ, ആ, ആ. അപ്പൊ പേഷ്യന്റിന് അതായിരുന്നു നേരത്തെ. അപ്പൊ അങ്ങനത്തെ ആളുകൾ പെട്ടെന്ന് മരണപ്പെടുന്നുണ്ട്. ഉണ്ട്. അത് പെട്ടെന്ന് സഡനായിട്ട് ഡെത്ത് സംഭവിക്കും. എൻ്റെ ഒരു പെട്ടെന്ന് ഫ്രണ്ടിന്റെ അനിയൻ അങ്ങനെ മരിച്ചു. ഫിബ്രിലേഷൻ പെട്ടെന്ന് വരും അതെ. അങ്ങനെ. അപ്പൊ നമ്മുടെ വെർട്ടേഗോ എന്ന് പറഞ്ഞ അതിന് മാത്രമായിട്ട് ഞാനത് ട്രീറ്റ് ചെയ്തത് ഭയങ്കര എനിക്കത് ഇതായിട്ട് തോന്നി. അറിയാതെ ആ മറ്റാ നമ്മൾ അറിയുന്നില്ലല്ലോ. ആക്ച്വലി അതാണല്ലോ അതിന്റെ അതെ 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 ബേസിക് കോസ്. അതെ. അപ്പൊ വെർട്ടിഗോ ഇങ്ങനത്തെ കേസിന് വരുമ്പോ അതിന് കാരണം ഉണ്ടാവും. അപ്പൊ അതൊന്നുകൂടെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോ ഇന്നിപ്പോ എനിക്ക് ഒരു സ്ട്രോക്ക് കേസ് കിട്ടി. ആ സ്ട്രോക്ക് കേസ് ICUലാണ്. അപ്പൊ അത് ഇമ്പ്രൂവ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് എന്നെ പരിചയമുള്ള ഒരാളാണ്. അപ്പൊ അയാൾക്ക് എന്താണ് പോസ്റ്റീരിയർ ഇൻഫീരിയർ എന്താണ് സെറിബെല്ലർ ആർട്ടറി സ്ട്രോക്ക്. അപ്പൊ മെയിൻ സിംറ്റം അയാളെ പ്രശ്നം എന്താന്ന് വെച്ചാല് മെയിൻ സിംറ്റം വെർട്ടേഗോ ആണ്. വെർട്ടേഗോ ഉണ്ട്, വൊമിറ്റിംഗ് ഉണ്ട്. അപ്പോ അയാള് ടൊബാക്കോ ചൂയിങ്ങിന്റെ ആളാ, അഡിക്റ്റ് ആണ്. ആൾക്ക് ഡയബറ്റീസ് ഉണ്ട്, കുറെ വർഷങ്ങളായിട്ടുള്ള ഡയബറ്റീസ് ഉണ്ട്. ആൾക്ക് ഞാൻ നെക്സോമിക്ക കൊടുത്ത്, ഒരു ഡോസ് നെക്സോമിക്ക 200 കൊടുത്ത്.
ഉം. നാളെ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഉം. അപ്പൊ അവിടെ നമ്മൾ എടുക്കേണ്ട എന്താണെന്ന് വെച്ചാല് വെർട്ടിഗോ വിത്ത് വൊമിറ്റിംഗ് ഒന്ന്, രണ്ടാമത് ഉം. ടൊബാക്കോന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഉം. ഉള്ള മെഡിസിന്. ഉം. അതില് നെക്സോമിക്കാണ് പ്രൊമിനന്റ് ആയിട്ട് കാണുന്നത്. പിന്നെ വെരേട്ര ആൽബം കാണുന്നുണ്ട്. ഉം. വേറെ 1-2 മരുന്നുകളൊക്കെ സാങ്കേതികമായി കാണുന്നുണ്ട്. പിന്നെ 2 മരുന്നുകൾ കാണുന്നുണ്ട്. പക്ഷെ നെക്സോമിക്കാണ് ഫസ്റ്റ് ഞാൻ കൊടുത്തത്. ഉം. അതേപോലെ തന്നെ വേറൊരു സ്ട്രോക്ക് കേസ് ഇന്ന് കിട്ടി. അതൊരു 3 മാസം കഴിഞ്ഞ കേസാണ്. ലെഫ്റ്റ് സൈഡ് റൈറ്റ് അപ്പർ ലെഫ്റ്റ് ലോവർ. റൈറ്റ് അപ്പർ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ക്രോസ് വൈസ് ആണല്ലോ വരുന്നത്. മെഡുല്ലയില് ക്രോസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഫേസ് പാരാലിസിസ് റൈറ്റ് ആയിരിക്കും, എക്സ്ട്രിമിറ്റീസ് ലെഫ്റ്റ് ആയിരിക്കും. അതാണ് നമ്മൾ റൈറ്റ് അപ്പർ ലെഫ്റ്റ് ലോവർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഹലോ, സർ. കേൾക്കുന്നുണ്ടോ? ഉണ്ട് സർ. ആ കേസിലും ഞാൻ ഫസ്റ്റ് നെക്സോമിക്കാണ് കൊടുത്തത്. അതിന് ഇങ്ങനെ പോസിറ്റീവ് ഫാക്ടർ ഉണ്ടായിരുന്നോ സർ? ടൊബാക്കോയോ? നെക്സോമിക്ക കൊടുത്തു. അതിനും ഇതുപോലെ നെക്സോമിക്ക കൊടുക്കാമെന്നുണ്ടോ? സെയിം നെക്സോമിക്ക റീസൺ. കൊടുക്കാനുള്ള പ്രധാന കാരണം ഒന്ന്, അയാൾക്ക് ഉറക്കക്കുറവുണ്ട്. 2, റൈറ്റ് അപ്പർ ആണ് ലെഫ്റ്റ് ലോവർ ആണ് പാരാലിസിസ്. അതുകൊണ്ടാണ് നെക്സോമിക്ക കൊടുത്തത്. പിന്നെ അതിനൊരു ബറൈറ്റ കാർബിന്റെ ഒരു ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാല് ടങ്ങിന് കുറച്ച് പാരാലിസിസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബ്ലേഡ് സ്പീച്ച് ആണ്. നെക്സോമിക്ക വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ബറൈറ്റ കാർബ് പിന്നെ കൊടുക്കേണ്ടി വരും. നെക്സോമിക്ക വർക്ക് ചെയ്യുകയാണെങ്കിൽ 24 മണിക്കൂർ കൊണ്ട് തന്നെ മിക്കവാറും റിസൾട്ട് നമുക്ക് അതിൽ കിട്ടും. അതുപോലെ തന്നെ ഒരു തൈറോയ്ഡ് കേസിൽ, ഓട്ടോമ്യൂൺ തൈറോയ്ഡ് കേസിൽ സിംറ്റമാറ്റിക്കലി മറ്റുള്ള മരുന്നൊക്കെ കൊടുത്തപ്പോൾ കുറഞ്ഞു, വേറെ കംപ്ലൈന്റുകളൊന്നുമില്ല. പക്ഷെ യൂറിക് ആസിഡ് 11-12 എന്നൊക്കെ എത്തി. ഗൗട്ടി സിംറ്റംസ് ഒന്നും ഇല്ല, പക്ഷെ യൂറിക് ആസിഡ് 11-12 ഒക്കെ എത്തിയപ്പോൾ കാർസിനോസിനാണ് ലാസ്റ്റ് കൊടുത്തത്. കാർസിനോസിൻ കൊടുത്തപ്പോൾ 2 ആഴ്ച കൊണ്ട് നോർമൽ 6ലേക്ക് വന്നു. സാർ, ഈ കാർസിനോസിൻ കൊടുക്കാൻ കാര്യം ഓട്ടോ ഇമ്മ്യൂൺ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്കൊരു സ്റ്റെബിലിറ്റി കിട്ടും. മറ്റേത് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൽ നമ്മൾ കാർസിനോസിൻ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ വേറെ മെഡിസിൻ ഒന്നും കൊടുക്കണ്ടയോ, അതെയോ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ പിന്നെ കൊടുക്കണോ? പിന്നെ നമ്മൾ കൊടുക്കേണ്ട സിംറ്റംസ് ഒന്നും ഇല്ലല്ലോ. പിന്നെ ഓക്കെ, സിംറ്റംസ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ചേഞ്ച് ചെയ്യണോ, അതെയോ കാർസിനോസിൻ റിപ്പീറ്റ് സിംറ്റംസ് ചെയ്യണോ? ഉണ്ടെങ്കിൽ സിംറ്റംസ് മരുന്ന് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ കാർസിനോസിൻ തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇപ്പൊ ഓട്ടോ ഇമ്യൂൺ ഡിസീസ് ഉള്ള ഒരാൾക്ക് ഇപ്പം റിക്കറന്റ് ആയിട്ട് കോൾഡ് കോഫ് പ്രോബ്ലംസ് വരികയാണെങ്കിൽ നമ്മൾ അക്യൂട്ട് ഫേസിനെ ക്ലിയർ ചെയ്യുക അല്ലെ? അക്യൂട്ട് ആയിട്ട് വരുന്ന ആ ഫേസ് സിംറ്റംസിന് ക്ലിയർ അനുസരിച്ചുള്ള ചെയ്തിട്ട് മെഡിസിൻ കൊടുക്കുക. അതിനുശേഷം
ആ, ആ. അത് കഴിഞ്ഞിട്ട് വീണ്ടും കാർസിനോസിൻ റിപ്പീറ്റ് ചെയ്യണോ? ആ റിപ്പീറ്റ് ചെയ്യണം. കാരണം ഇന്റർകറന്റ് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഇന്റർഫിയർ ചെയ്യല്ലോ ക്രോണിക് ട്രീറ്റ്മെന്റിനെ. ഓക്കെ. ഉം. ഇപ്പൊ ഡയബറ്റീസ് കണ്ടീഷൻ ഉള്ള ഒരാൾക്ക് ഇപ്പൊ ഒരു 80 വയസ്സ് അല്ലെങ്കിൽ 90 വയസ്സുള്ള ഒരാൾക്ക് സോഡിയം ലെവൽ 194 ഒക്കെ നിൽക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക? സോഡിയം പൊട്ടാസ്യം നോർമൽ ആണ്. സോഡിയം ലെവൽ വന്നിട്ട് 194. 190യോ? 194. ആ 194 പറഞ്ഞാൽ വളരെ കൂടുതലല്ലേ? വളരെ കൂടുതലാണ്. HbA1c വന്നിട്ട് 7.7. ആ പൊട്ടാസ്യം വന്നിട്ട് 5.1. അത് കുറവാ? അത് നോർമലാണ്. പൊട്ടാസ്യം റേഞ്ച് വന്നിട്ട് 3.5 to 5.1. നോർമലാണ്. പിന്നെ പ്രഷറോ? ഈ പേഷ്യന്റ് പ്രഷർ എത്രയുണ്ട്? വന്നിട്ട് ഈ പേഷ്യന്റ് ഏജ് 88. അല്ല ഈ പേഷ്യന്റ് പൊട്ടാസ്യം എത്രയുണ്ട്? പൊട്ടാസ്യം വന്നിട്ട് 5.1. 5.1 അപ്പർ ലിമിറ്റിലല്ലേ? ആ അപ്പർ ലിമിറ്റിലാണ്. ഓക്കെ. പ്രഷർ എത്രയുണ്ട്? പ്രഷർ വന്നിട്ട് 150 80. 150 80. 150 80 ആ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടോ? ഉണ്ട്. ടാബ്ലറ്റ് ഡയബറ്റീസിനും കഴിച്ചിട്ടാണോ മരുന്ന് 150 എടുക്കുന്ന. 80? അതെ അതെ. മുമ്പ് എത്ര ചെയ്യുന്നപ്പോ? 88 ഇയേഴ്സ് ആയ ഇതല്ലേ, നമുക്ക് മുമ്പ് എത്ര ഉണ്ടായിരുന്നെന്ന് അറിയില്ല. ഒരു വർഷങ്ങളായിട്ട് എടുക്കുന്നതാ. ആ ആ. പിന്നെ ഡയബറ്റീസിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? ഡയബറ്റീസിന്റെ സിംറ്റംസ് പോളിയൂറിയ, അതേപോലെ ആ തന്നെ വീക്ക്നെസ്, ലോവർ എക്സ്ട്രീമിറ്റീസിൽ ഭയങ്കര വീക്ക്നെസ് ആണ്. ആ ഇച്ചിങ് ഉണ്ട്, ബോഡി മുഴുവൻ ഇച്ചിങ് ഉണ്ട്. ആ. ഓൾഡ് ഏജ് റിലേറ്റഡ് സിംറ്റംസ് എല്ലാം തന്നെ ഉണ്ട് അവർക്ക്. അപ്പറ്റേറ്റോ? കേട്ടില്ല. വിശപ്പോ? വിശപ്പ് വന്നിട്ട് സാധാരണ നോർമലായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. കൂടുതലും ഇല്ല, കുറവുമില്ല. ദാഹം? ദാഹം നോർമൽ. ദാഹം നോർമൽ ഉണ്ട് അല്ലെ? കൂടുതലില്ല? ആ കൂടുതലില്ല. വിശപ്പ് കൂടുതലില്ല. പിന്നെ യൂറിക് ആസിഡോ? യൂറിക് ആസിഡ് ചെക്ക് ചെയ്തില്ല. നമ്മൾ ഡയബറ്റീസ് വരുമ്പം അത് ചെക്ക് ചെയ്യണം. ഓക്കെ. തൈറോയ്ഡ് കംപ്ലൈന്റ് അങ്ങനെയൊന്നും ഇല്ലല്ലോ? ഇല്ല, തൈറോയിഡ് ഇല്ല. കിഡ്നി കംപ്ലൈന്റ് ഇല്ല ഇല്ല? ഇല്ല. യൂറിക് ആസിഡ് കിട്ടി കേട്ടോ. യൂറിക് ആസിഡ് വന്നിട്ട് 3.13. നോർമലാണ്. നോർമലാ. ആ ആ. റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് നോർമലാ? അതെ. പിന്നെ ഇത്രേ ഉള്ളൂ. ക്രേവിങ് സോഡിയം മറ്റേ ക്രേവിംഗ് ഉണ്ടോ മറ്റേ സോൾട്ടിനോട്? സോൾട്ടിനോട് ക്രേവിംഗ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തില്ല ഹാരിസ് ഡോക്ടറെ. നോട്ട് ചെയ്ത് വെച്ചോളൂ. ആ പിന്നെ ക്രോണിക് ഹൈപ്പർ ടെൻഷന്റെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഹാർട്ടിനുണ്ടോ? അതില്ല. അതില്ല. റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യുന്ന പേഷ്യന്റ്. ഓക്കെ. പിന്നെ അവർക്ക് കൂടുതലും അലർജിക് സിംറ്റംസ് കൂടുതലാണ്. ഇച്ചിങ്, ഏത്? സ്കിന്നിലെ ആ എപ്പോഴും സ്കിന്നില്. ഫുൾ ബോഡിയിൽ ഫുൾ ബോഡി ഇച്ചിങ് ആണ്. ഷുഗർ എത്ര പിന്നെ ഉണ്ട്? ഷുഗർ വന്നിട്ട് ഇപ്പൊ പറയാറ്. HbA1c വന്നിട്ട് 7.7. റാൻഡം ആണ് ചെക്ക് ചെയ്തിരിക്കുന്നത്. റാൻഡം ബ്ലഡ് ഷുഗർ വന്നിട്ട് 174. ആ ആ 170. ഓക്കെ. അപ്പൊ ഹൈപ്പർ ടെൻഷന് നിങ്ങൾക്ക് ഇത് കൊടുത്തൂടെ? മറ്റേ ബറേറ്റ 100 കൊടുത്തൂടെ? ബറൈറ്റാമൂറ. ആ ഓക്കെ. ഹൈ ഡോസേജ് കൊടുക്കണോ അതെയോ 200 മതിയോ? 200 മതി. ഓക്കെ. പക്ഷെ ഡയബറ്റീസിന്റെ സിംറ്റംസ് ഡയബറ്റിക് മരുന്ന് കഴിക്കണോണ്ട് മാസ്ക് ചെയ്ത് ഇരിക്കണമായിരിക്കും ചിലപ്പോൾ.
ആ അതെ അതെ. മുമ്പ് എന്തായിരുന്നു ഉണ്ടായിരുന്നത് അറിയോ? ഇല്ല ഹാരിസ് ഡോക്ടർ. ഉം. അവർ എൻ്റെ അടുത്ത് അക്യൂട്ട് കേസസിനാണ് അധികവും വരാറ്. ഉം. പിന്നെ ആതെറോസ്ക്ലെറോസിസ് ഉണ്ടോ? ആ അതില്ല അതില്ല. ഈ ഇച്ചിങ് അപ്പൊ ഈ ബെറൈറ്റാമൂർ കവർ ചെയ്ത് പോവാ. അവരുടെ മെയിൻ കംപ്ലൈന്റ് എപ്പോഴും ഇച്ചിങ് ആണ്. ഇല്ല ഇല്ല, ഇച്ചിങ് ഒക്കെ ഡയബറ്റീസ് ആയിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ആ ഉം. അപ്പൊ ബെറൈറ്റാമൂർ 200 ഒരു ഡോസ് കൊടുത്തു നോക്കാം അല്ലെ? എന്നിട്ട് പ്രഷർ അങ്ങനെ ഉണ്ടെന്ന് നോക്കും. ഓക്കെ. പിന്നെ നിങ്ങള് വേറെന്താ നോക്കാനുള്ളത്? പെരിഫറൽ ന്യൂറോപ്പത്തി ഒന്നും ഇല്ലല്ലോ? ഇല്ല ഇല്ല. ഉം. പിന്നെ യൂറിൻ ചെക്ക് ചെയ്തിട്ടുണ്ടോ? യൂറിൻ ചെക്ക് ചെയ്തിരുന്നു, ഇപ്പൊ എടുത്തിട്ടില്ല. ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തിട്ടില്ല. ഇത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് എക്സ്ട്രാ പസൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മസൽസ് ഉണ്ട് അല്ലേ? ഇമാൻസിയേഷൻ ഉണ്ടോ? ഹലോ, ഇമാൻസിയേഷൻ ഉണ്ടോ? മാസിയേഷൻ ലോവർ എക്സ്ട്രീമിറ്റീസിലുണ്ട്. ലോവർ എക്സ്ട്രീമിറ്റീസിലോ? അതെന്താ? അല്ല, കാലെല്ലാം അല്ലാണ്ട് ശോഷിച്ചു പോയിട്ടുണ്ട്. കാലിന് ശേഷി കുറവുള്ള പോലെ. അപ്പർ ബോഡിയോ? അപ്പർ ബോഡി വലിയ കുഴപ്പമില്ല. കുഴപ്പമില്ല. മറ്റേ കുഷിങ് സിൻഡ്രോം അല്ലല്ലോ? അല്ല അല്ല അല്ല, കുഷിങ് സിൻഡ്രോം അല്ല. വാക്കറിലാണ്. വാക്കർ യൂസ് ചെയ്തിട്ടാണ് അവർ നടക്കുന്നത്. കാലിന് ഇതുള്ളത്. അങ്ങനെ എത്ര സോഡിയൊക്കെ ആയിട്ട് നിൽക്കണത് എനിക്ക് മനസ്സിലാവണില്ല. 190. അതാ ഞാൻ ചോദിച്ചേ. ഡ്രോപ്സി ഉണ്ടോ എവിടെയെങ്കിലും? ഇല്ല ഇല്ല ഇല്ല, ഡ്രോപ്സ് ഇല്ല. ആ പേഷ്യന്റിന്റെ ഡയറ്റ് എങ്ങനെയാണ്? ഡയറ്റ് ഞാൻ ചെക്ക് ചെയ്തില്ല ഡോക്ടറെ. ഡയറ്റ് അവർക്ക് അഡ്വൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അതൊന്ന് ചോദിച്ചു നോക്കുന്നുണ്ട്. എന്തായാലും സോഡിയം ഇപ്പം കഴിക്കണ്ടെന്ന് നമ്മൾ പറയണല്ലോ. വേറെ എന്തെങ്കിലും ഡയറ്റ് പറയണോ? അല്ല, വേറെ നമ്മള് ഡയറ്റ് ഒന്നും പറയണ്ട, അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ. ആർക്കെങ്കിലും ADHD കേസ് കിട്ടിയോ? ഡിസ്കാൽക്കുലിയ, ഡിസ്ലെക്സിയ പോലുള്ള കേസുകൾ ആർക്കെങ്കിലും കിട്ടിയോ? ഇല്ല. നമുക്ക് സത്യമേല് സ്ഥിരം കാണുന്നതാണല്ലോ. അപ്പൊ അതിന്റെ അപ്രോച്ച്, സാറിന്റെ അപ്രോച്ചും കേസ് ഉണ്ടാവും. നമ്മളത് അതൊരു നീ ക്ലാസ്സിലുണ്ടായിരുന്നോ? അല്ല സാർ, ഞാൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിനെ എനിക്ക് മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ ജസ്റ്റ് സാർ ചോദിച്ചപ്പം പറഞ്ഞുള്ളൂ. അപ്പൊ അത് ടോട്ടലി അത് ഈ അപ്രോച്ചിലല്ല നോക്കുക. അത് സാധാരണ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് നമ്മൾ ഫാദർ പഠിച്ച പോലെ അങ്ങനെയാണ് ചെയ്യുന്നത്. അത് ഇനിയും അത് അപ്ലൈ ചെയ്ത് നോക്കിയിട്ടില്ല, അത് തുടങ്ങിയിട്ടില്ല. അങ്ങനെ ചെയ്യണമെന്നുണ്ടായിരുന്നു. വേറെ കുറെ തിരക്കുണ്ടായിരുന്നു. ഇപ്പൊ അടുത്ത ആഴ്ചയും PSC ഒന്നുണ്ട്, പരീക്ഷയുണ്ട്. അപ്പൊ ഒരുപാട് ഇങ്ങനെ ആഴ്ചക്ക് തിരക്കുള്ളതുകൊണ്ട് ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതെന്തായാലും ഞാൻ അപ്ലൈ ചെയ്യണമെന്നുണ്ട്. ആ ഒരു പ്രോട്ടോകോൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. നോക്കിയിട്ട് സാറിന് ഞാൻ ഒരു ഫീഡ്ബാക്ക് കൊടുക്കാം. ADHDന്റെ മെഡിസിൻസ്, കോമൺ ആയിട്ട് വരുന്ന മെഡിസിൻസ് ഏതൊക്കെ അറിയോ?
എനിക്ക് അധികം കിട്ടുന്നത് ട്യൂബർക്ലിനവും അയോഡമും ടാരന്റിലാണ്. അതായത് ഫിസിക്കൽ റെസ്റ്റ്ലെസ്നെസ് മാത്രം, വലിയ ഡിസ്ട്രക്ഷൻ ഇല്ലെങ്കിൽ ഞാൻ അയോഡം കൊടുക്കും. ഭയങ്കര ഡിസ്ട്രക്ഷനും വയലന്റ് ആയിട്ടുള്ള ഒരു ഇതാണെങ്കിൽ ടാരന്റിലാണ് കൊടുക്കുക. പിന്നെ ഇത് രണ്ടും ഏകദേശം രണ്ടത്തിലും ഇതാവാത്ത രണ്ടും കമ്പൈൻഡ് ആയിട്ട് വരുമ്പോൾ ട്യൂബർക്ലിനാണ് കൊടുക്കാറ്. പിന്നെ ചിലത് വേറെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടാവും. പിന്നെ ഇതുപോലത്തെ പാരന്റൽ ഇഷ്യൂസ് ഉണ്ടാവും, അവരുടെ ചൈൽഡ്ഹുഡ് റീസൺസ് ഉണ്ടാവും. അതായത് മോഡിഫിബിൾ ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടാവുമല്ലോ. അവർക്ക് ഫാമിലിയൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. പാരന്റ്സും വർക്കിംഗ് ആയിരിക്കും, പാരന്റ്സ് അവരുടെ നോക്കാത്ത കുട്ടികൾക്ക് ആയിരിക്കും, റോങ് അതുപോലത്തെ എഡ്യൂക്കേഷൻ വരുന്ന കുട്ടികൾക്കൊക്കെ അത് കൗൺസിലിംഗ് ബേസ് ചെയ്തിട്ട് വരും. കുറച്ച് തെറാപ്പിന്റെ ഭാഗം കൊടുക്കും. പ്യൂർലി മെഡിസിൻ ബേസ് ചെയ്ത് മാത്രം നിൽക്കാറില്ല. അവിടെ നമുക്ക് അതിനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ. ടീച്ചറിന്റെയും സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പ് ഒക്കെ ഉള്ളത് നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മളത് ചെയ്യുന്നത്. എക്സ്ക്ലൂസീവ്ലി മെഡിസിനിൽ നിർത്താറില്ല. ഇത് വരുന്ന കേസുകൾ ചെയ്യാറുണ്ട്. അവർക്ക് സ്വാഭാവികമായിട്ടും ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളതുകൊണ്ട് അവർക്ക് ലേണിംഗ് പുറകിലായിരിക്കും. സ്വാഭാവികമായി ADHD പൊതുവെ IQ കൂടുതലായിരിക്കും അല്ലേ? സ്പെഷ്യൽ ടീച്ചർ വെച്ചിട്ട് ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. അതുണ്ടാവും. പക്ഷെ ഇതില് ADHDക്ക് അധികം കുട്ടികളും IQ ഹൈ കാണാറുണ്ട്. അവർ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും. അവരുടെ മെയിൻ പ്രശ്നം അവർക്ക് ലേണിംഗ് സിറ്റിംഗ് ഡിസബിലിറ്റിയിൽ IQ നോർമൽ ആയിരിക്കും, ഡൗൺ ആവില്ല, MR കേസ് ഉണ്ടാവില്ല. അല്ല, ADHDന്റെ കാര്യം പറയുന്നേ. അതന്നെ ADHD ആവുമ്പോൾ അവർക്ക് ADHD ചിലപ്പോൾ ലേണിംഗ് IQ ഡിസബിലിറ്റിയിൽ കൂടുതലായിരിക്കും. വരുന്നതാണ് ADHD. ഓക്കെ, അത് സെപ്പറേറ്റ് ഡയഗ്നോസിസ് ആയിട്ട് കാണാറില്ല ADHD? അതെ, അല്ല, മീൻസ് ലേണിംഗ് ഡിസബിലിറ്റി വേറൊരു ഗ്രൂപ്പും അല്ലല്ല, ലേണിംഗ് ഡിസബിലിറ്റീസിൽ അണ്ടറിൽ വരുന്നതാണ് ADHD വരെ. ഓക്കെ, അങ്ങനെ വരുന്നത്. ഓക്കെ, ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ ഒക്കെ ലേണിംഗ് ഡിസബിലിറ്റീസിൽ വരുന്നതാണ്. ഇതിലൊന്നും IQ ബിലോ ആവൂല, IQ നോർമൽ ആയിരിക്കും. അത് അങ്ങനെയാണ് സാർ ഞാൻ പറഞ്ഞത്. ഈ LD എന്ന് പറയുന്നതിൽ ആണ് സാർ പറഞ്ഞ 4 വിഷയം വരുന്നത്. ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്ലെക്സിയ, പൊതുവെ ലേണിംഗ് ഇഷ്യൂസ് വരുന്നത് മിക്സിംഗ് ഉണ്ടാവും, കമ്പൈൻഡ് ആയിട്ട് വരും. ADHD എന്ന് പറയുന്നത് ഇത് അല്ലാതെയും വരുമല്ലോ, പഠിത്തം അല്ലാതെയും ADHD വരുമല്ലോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഭയങ്കര റെസ്റ്റ്ലെസ്നെസ് ആയിട്ട് അങ്ങനെയൊക്കെ വരുന്ന കുട്ടികളുണ്ടാവില്ല? അല്ല, അതായത് ADHD എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറ്റൻഷൻ ഡെഫിസിറ്റ് ആണ്. അറ്റൻഷൻ ഡെഫിസിറ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാൻ കഴിയില്ല. ഓക്കെ, അങ്ങനെയാണ് സാർ. ഓക്കെ, ശരി. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ടും ഡിസബിലിറ്റി ഉണ്ടാവും പഠിക്കുന്ന കാര്യത്തില്, അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. അല്ലാതെ നമ്മൾ കുട്ടികൾ ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികളുണ്ട്, ആരോഗ്യമുള്ള കുട്ടികള് പഠിക്കും, കാര്യങ്ങളൊക്കെ പഠിക്കും, പക്ഷെ കുറച്ച് ഹൈപ്പർ ആയിരിക്കും എന്നുള്ളൂ. ഇതൊന്നും ലേണിംഗ് ഡിസബിലിറ്റിയിലെ കുട്ടികളല്ല. അതാ ലേണിംഗ് ഡിസബിലിറ്റി ആകുമ്പോൾ ലേണിംഗിന് പ്രോബ്ലം ഉണ്ടാവണം, അക്കാഡമിക് പെർഫോമൻസ് കുറവായിരിക്കും അവർ. അതല്ല, ഓക്കെ. ഞാന് കൊടുക്കല് ഇതന്നെയാണ്. ഒന്ന് ബറൈറ്റ കാർബ്, അറ്റൻഷൻ വളരെ പൂറായിരിക്കും. ലൈക്കോപോഡിയം, കൽക്കേരിയ കാർബാണ് നിങ്ങൾ പറഞ്ഞ ഇറിറ്റബിലിറ്റി ഉണ്ടല്ലോ, അത് കൽക്കേരിയ കാർബ് കൊണ്ട് മാറലുണ്ട് സാധാരണ. ഇറിറ്റബിലിറ്റി ആണ് ഇത്. നമ്മള് പൊതുവെ ഇറിറ്റബിലിറ്റി നക്സ്, ട്യൂബർക്ലിൻ അങ്ങനെയാണ് ചിന്തിക്കാറ്. ഇറിറ്റബിലിറ്റി ഞാൻ അങ്ങനെ ചെയ്യാറ്, തെറ്റാണെന്നല്ല പറയുന്നത്. സാറ് ഒരു പ്രാവശ്യം ബിസ്മത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു, ADHDന്റെ നമുക്ക് ഗ്രൂപ്പിൽ പറഞ്ഞു തന്നിരുന്നു. പിന്നീട് അതിന്റെ റിസൾട്ട് കിട്ടിയിരുന്നു. ബിസ്മത്ത് പറഞ്ഞിരുന്നു, പക്ഷെ ബിസ്മത്ത് ഞാൻ ആദ്യം കൊടുത്തിരുന്നു. ഇപ്പൊ ഞാനത് കൊടുക്കാറില്ല. അതിനേക്കാളും നല്ലത് ഈ മരുന്നുകളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സ്ട്രമോണിയം, ഹയോസിയമസ്, ടെറന്റുല. ട്യൂബർക്ലിനോ സാർക്ക് റിസൾട്ട് ആയി തോന്നിയില്ല? ട്യൂബർക്ലിനോ ഞാൻ കൊടുത്തില്ല. ഓക്കെ. കൽക്കേരിയ കാർബൺ, കൽക്കേരിയ ഫോസ് ശ്രമിച്ചിരുന്നോ? കൽക്കേരിയ ഫോസ് കൊടുത്തില്ല, കൽക്കേരിയ കാർബ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ സാർ. അതെന്ന് വെച്ചാല് അധികം കുട്ടികൾക്ക് ഈ ഡെഫിഷ്യൻസി ഇതിൽ ആഡ് ചെയ്യുമല്ലോ.
അപ്പോൾ ഈ കൽക്കരി ഫോസ് നമുക്ക് ഭൂരിഭാഗം കേസസിൽ കൽക്കരി ഫോസസ് സഹായിക്കും. അത് ബയോകെമിക് ആയിട്ടും കൊടുക്കും, പൊട്ടൻസി ആയിട്ടും കൊടുക്കും. അതായത് നമുക്ക് ഇൻഡിക്കേറ്റഡ് മെഡിസിൻ കിട്ടുന്നില്ല, ഈ പറയുന്ന സിംറ്റംസിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ആ ഒരു 1 വീക്ക് മോസ്റ്റ്ലി കൽക്കരി ഫോസ കൊടുക്കുക. എനിക്ക് അതിനായിട്ട് ദോഷമൊന്നും കണ്ടിട്ടില്ല, ചിലപ്പം നമ്മൾ കാണാത്തതായിരിക്കും. പക്ഷെ അധികം കേസസ് നമ്മള് കൽക്കരി ഫോസ് കൽക്കരി കാർബ് കൊടുക്കുന്ന കേസുകൾ കുട്ടികൾക്ക് ഒന്ന് ഹെഡ്സെറ്റ് ഉണ്ടാവും. ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്ന കുട്ടികളായിരിക്കും. ആ പിന്നെ കൽക്കരിന്റെ ഡിലേഡ് മൈൽ സ്റ്റോൺസ് ഉണ്ടാവും. ഉം. ഇങ്ങനെ എന്തെങ്കിലും കൽക്കരിന്റെ ഇൻഡിക്കേഷൻസ് ഉണ്ടാവും. ശൈലീഷയൊക്കെ സെലീഷ കൊടുത്തിട്ടില്ല. സിങ്കം യൂസ് ചെയ്യാൻ പറ്റുമോ? എന്താ കാരണം? ഞാൻ എവിടെയോ വായിച്ചത്, അതുകൊണ്ട് ചോദിച്ചാ. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഞാൻ ടാരന്റുലയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ടാരന്റുല ചോദിച്ചത്. വളരെ ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും. സിങ്കം പറ്റൂല അല്ലേ? സിങ്കം പറ്റൂല സിങ്കം എന്നല്ല, ഫോസ്. എനിക്ക് അറിയില്ല. ഓക്കെ. ഇത് എല്ലാ കേസിലും സിംഗിൾ ഡോസ് തന്നെയാണുള്ളത്. അങ്ങനെ കൊടുത്തിട്ട് ഒരു 1 MO 10 MO കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യില്ല. വെയിറ്റ് ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുമ്പോ റിപ്പീറ്റ് ചെയ്യും കേട്ടോ. ഇതില് ഭൂരിഭാഗം കുട്ടികൾക്കും ഈ മാൽ നറിഷ്മെന്റും അതേപോലെ തന്നെ പാരന്റൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ, അവരുടെ പാരന്റിങ്ങിന്റെ ഇഷ്യൂസ് കാണാറുണ്ട്. അവര് മീൻസ് ഓവർ ക്യാരിങ് ആയിരിക്കും, അല്ലെങ്കിൽ തീരെ മൈൻഡ് ചെയ്യില്ല. പിന്നെ ജനറ്റിക് ടെൻഡൻസീസ് ഉണ്ടാവും. അധികം പാരന്റ്സിന് ലേണിംഗ് പ്രോബ്ലം ഉണ്ടായിരുന്ന പാരന്റിന് അതുപോലത്തെ കുട്ടികളിലായിട്ട് ജനിക്കാറുണ്ട്. അവരും വീക്കായിരിക്കും. പിന്നെ ഈ കുട്ടികൾക്ക് സൈക്കോളജിക്കൽ ആയിട്ടുള്ള കുറെ ഇഷ്യൂസ് ഉണ്ട്. അതായത് എനിക്ക് കണ്ട പ്യൂർ LD കേസസിൽ, ഈ പ്യൂർ LD കേസ് അധികം പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളായിരിക്കും. പഠിക്കണം, പക്ഷെ അവർക്ക് കഴിയാത്തതിന് സൊസൈറ്റിയും ടീച്ചേഴ്സും വല്ലാണ്ട് അവരെ ഹരാസ് ചെയ്തിരിക്കുന്ന, ഒരു വല്ലാണ്ട് സങ്കടപ്പെട്ടിട്ടുള്ള, മാനസികമായിട്ട് തളർന്നിരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. ഇതെല്ലാത്തിനും അതായത് ഇപ്പൊ LD പ്യൂർ ഡിസ്ലെക്സിയ ഉള്ള കേസ്, അപ്പൊ അവര് പറഞ്ഞു ഇവന് പഠിക്കില്ല. ഡിസ്ലെക്സിയന്റെ കേസ് നമ്മൾ സാധാരണ പ്യൂർ ആയിട്ടുള്ള കേസ് കാണുന്നത് നോക്കി എഴുതാൻ കഴിയും. നോക്കി എഴുതാൻ കഴിയും, പക്ഷെ കാണാതെ എഴുതാൻ നോക്കാണ്ട് കഴിയില്ല. എഴുതാൻ കഴിയില്ല. അതിന് സ്പെസിഫിക് ആണ്, പൾസറില്ല. ഓക്കെ. എവിടെ വയ്ക്കുന്നുണ്ട്? ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കാണാൻ വയ്യേ, കാണത്തില്ല, കണ്ണിന് കാഴ്ചയില്ലാത്തതുകൊണ്ടാണ്. അപ്പോ എല്ലാ മെയിൽ ഫീമെയിൽ എല്ലാവർക്കും പൾസറിൽ തന്നെയാണോ വരിക? അതെ, അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഓക്കെ സാർ, ഓക്കെ. ഞാൻ ഇതുവരെ മീൻസ് പൾസറിലെ കൊടുത്തിട്ടുണ്ട്, മീൻസ് ഈ ഒരു സിംറ്റം ബേസ് ചെയ്തിട്ടല്ല കൊടുത്ത്. പൾസറിലെ നമുക്ക് ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ്ങിന് കൊടുക്കുന്ന പോലെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. അത് 1M 10M തന്നെയാണോ? 10 MO കൊടുക്കും. ഓക്കെ. അല്ല, ഞാൻ ചോദിക്കാൻ വന്നത് ചില മനസ്സിലായി. കേസിൽ വീക്കിലി റിപ്പീറ്റ് ചെയ്യും, ചില കേസിൽ വീക്കിൽ. അതെ സാർ, നമുക്ക് അധികം കുട്ടികളും ഭയങ്കര VP, ഭയങ്കര സങ്കടവും അങ്ങനെയൊക്കെ ഉള്ള കുട്ടികളായിരിക്കും. ഡിസ്ലെക്സിയ മാത്രമല്ല, അവർക്ക് പൊതുവെ ഞാൻ നോക്കാറില്ല, ഈ സിംറ്റം മാത്രമേ നോക്കാറുള്ളൂ. ആണോ? ഓക്കെ. കനോട്ട് റൈറ്റ് വിത്തൗട്ട് സീയിങ്, അതാണല്ലേ? അതായത് നമ്മള് സാധാരണ നോക്കാതെ എഴുതും, കാണാതെ വായിക്കുമല്ലോ, വായിക്കും. എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടായിരിക്കും കാണാതെ. നോക്കി ചെയ്യാൻ കഴിയും, കോപ്പി ചെയ്യാൻ കഴിയും. കോപ്പി ചെയ്യാൻ പറ്റും. ആക്ച്വലി ജനറൽ പ്രാക്ടീഷണേഴ്സിന് ഇത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാവും, LD ഇഷ്യൂസ് ഒക്കെ. അത് റിപ്പീറ്റഡ് ആയിട്ട് കേസ് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. മിക്കവാറും പാരന്റ്സ് അവരുടെ ഒരു ലേസിനെസ് ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു നമ്മള് ശരിക്ക് ലേണിംഗ് ഡിസബിലിറ്റീസ്, ഓട്ടിസം, ADHD ഒക്കെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് ഡയഗ്നോസ് ചെയ്യുന്നത്. അവർ ഡയഗ്നോസ് ചെയ്തിട്ടേ നമുക്ക് എടുക്കാൻ പാടുള്ളൂ. കാരണം അങ്ങനത്തെ സംശയമുള്ള കേസുകൾ അവർക്ക് ഡയഗ്നോസിന് വിട്ടണം. കാരണം അവരെ ആ കാര്യത്തിൽ എക്സ്പെർട്ട് ആണ്. അതിന് കുറെ ടൂളുകൾ ഉണ്ട് അവർക്ക് ഡയഗ്നോസ് ചെയ്യാൻ.
അപ്പൊ അതാ ആ പറഞ്ഞ ടൂൾ അത് വെച്ചിട്ട് നമ്മുടെ പ്രാക്ടീഷണേഴ്സ് പൊതുവെ ചെയ്യാറില്ലെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിനോടുള്ള ഒരു കണക്ഷനോ അങ്ങനെ ചെയ്യാറില്ല. നമുക്ക് പിന്നെ അങ്ങനെ ഉണ്ടാവും, പക്ഷെ അതിന് കമ്മ്യൂണിറ്റിനോടുള്ള കണക്ഷൻ അവർക്ക് കുറവായിരിക്കും. അല്ല ആ ഡയഗ്നോസ് ഭാഗം ചെയ്ത കേസുകൾ വരുമല്ലോ ക്ലിനിക്കിൽ വരാലോ. വരാം, പക്ഷെ നമ്മൾ ആ ഫീൽഡിൽ ഉണ്ടെങ്കിലേ വരുള്ളൂ എന്നാ ഞാൻ പറഞ്ഞത്. ഇപ്പോഴാണ് എനിക്ക് ഏകദേശം ഇത്ര വർഷം എക്സ്പീരിയൻസിൽ ഇപ്പൊ ഒരു കഴിഞ്ഞ 2-3 വർഷമായിട്ടാണ് ഹൗസ് വിസിറ്റിൽ അങ്ങനെ കേസസ് വരുന്നത്. അതുവരെ അങ്ങനെ നമുക്ക് എനിക്ക് തോന്നുന്നു അറിയാഞ്ഞിട്ടായിരിക്കും കുറച്ച് കേസ് മിസ്സായിട്ടുണ്ടാവും. പിന്നെ കുറച്ച് കേസസ് അങ്ങനെ ഡയഗ്നോസ് ചെയ്ത് വരുന്നത് നമുക്ക് കുറവായിരിക്കും എന്നാ ഞാൻ പറഞ്ഞത്. പക്ഷെ ADHD ഭൂരിഭാഗം ഹോമിയോപ്പത്തിനെ കിട്ടും റെസ്റ്റ്ലെസ്. അപ്പൊ അതേപോലെ സൈക്കോളജിക്കൽ ഇഷ്യൂസ് കിട്ടും കുട്ടികൾക്ക് കാര്യങ്ങൾ. അപ്പൊ അതാ ഞാൻ പറയുന്നത്, കുട്ടികൾ പൊതുവെ സൈക്കോളജിക്കൽ പിക്ചർ ആയിട്ട് നമുക്ക് കാണിക്കാം, ബട്ട് റിയൽ പ്രോബ്ലം ഉള്ളിൽ ഉണ്ടാവും. അത് മനസ്സിലാക്കിയെടുക്കാൻ ഒരു റയർ കേസ് എനിക്ക് കിട്ടിയിട്ടോ. ഉം. റയർ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെട്രിയോടിക്ക് വായിക്കുന്ന പോലെ തന്നെ ഒരു ചെറിയ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാക്സിമം ഒരു 7 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് ഒറ്റക്ക് പോയിട്ട് സോളിറ്ററി പ്ലേസ് പോയിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യാം. ഓ ഓക്കെ. അതിന്റെ മരുന്നുണ്ടല്ലോ മാസ്റ്റർബേഷൻസ് അല്ലേ? ബീഫോ ഉണ്ട്, അയാസാമസ് ഉണ്ട്. ഞാൻ ആ മരുന്ന് കൊടുത്തു കംപ്ലീറ്റ് മാറി. 2 ആഴ്ച കൊണ്ട് തന്നെ മാറി. ഓ ഓക്കെ ഓക്കെ. സീക്ക് സോളിറ്റ്യൂഡ് ടു പ്രാക്ടീസ് മാസ്റ്റർബേഷൻ അല്ലേ? അത് മ്യൂറിക്സാ? മ്യൂറക്സ് ഒന്നുമല്ല, ഇതിലേതാ മരുന്നാണ്. ഇപ്പൊ ബുഫോണോ കൊടുത്ത സംശയം ഉണ്ട് എനിക്ക്. ബീഫോലാണ് സീക്ക് സോളിറ്റ്യൂഡ് ടു പ്രാക്ടീസ് മാസ്റ്റർബേഷൻ ഉള്ളത്. ഓക്കെ. അപ്പൊ ഇത്തരം കുട്ടികളിൽ ഇതൊക്കെ വരുന്നത് അതിശയാണല്ലോ. അത് മാസ്റ്റർബേഷൻ ടെൻഡൻസി അതറിയില്ല. 5-6 വയസ്സിൽ കാണിക്കാറുണ്ട്, പക്ഷെ ഇങ്ങനെ ആയിരിക്കില്ല. അവർക്ക് റബ്ബിംഗ് ഡിസൈർ അല്ല, അതെ, ജെന്റിൽ ഹാൻഡ്ലിംഗ് ഡിസൈർ. അതന്നെ കാണിക്കുന്നത്. അങ്ങനെ തന്നെ കാണിക്കുന്നത്. എനിക്കൊരു കേസ് ഉണ്ടായിരുന്നു. അത് MR ചൈൽഡ് ആണ്. അവള് പെൺകുട്ടിയാണ്. അവൾക്ക് 13-14 വയസ്സ് മുതൽ പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സിംറ്റം ആണത്. അത് അവർക്ക് ആ ഒരു ഡൽ ഇന്റലക്ച്വൽ ആണല്ലോ, അവർക്ക് ഒരു ലെവൽ കഴിഞ്ഞാൽ പിന്നെ സിംറ്റംസ് സ്റ്റാറ്റിക് ആയിരിക്കും, ഇടയ്ക്ക് ഇത് ഹൈപ്പർ ആവും. അപ്പൊ അത് അവർക്ക് ഈ സിംറ്റത്തിന് ഞാൻ ബ്യൂഫോ ഹയോസൈമസ് ആണ് മാറി മാറി കൊടുക്കാറ്. ചിലപ്പം ബ്യൂഫോ ആക്ട് ചെയ്യും, ചിലപ്പോൾ ഹയോസ് ആക്ട് ചെയ്യും. അങ്ങനെയാണ് കൊടുക്കാറ്. കേൾക്കുന്നുണ്ടോ? ഹലോ, സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സർ. അപ്പൊ നമുക്ക് കേസ് കിട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ കേസുകൾ അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. നിങ്ങൾക്കൊന്നും ഇങ്ങനത്തെ കേസുകൾ കിട്ടുന്നുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഉണ്ടാതിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളിത് യൂട്ടിലൈസ് ചെയ്യണം. യൂട്ടിലൈസ് ചെയ്തിട്ട് ഇല്ലെങ്കിൽ ഇതുകൊണ്ടൊരു കാര്യമില്ല. കാരണം നമുക്കിതൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ. ഇനി എന്താ സംശയം എന്തെങ്കിലും ഉണ്ടോ പ്രാക്ടീസിൽ കഴിഞ്ഞ ക്ലാസ്സിനോടനുബന്ധിച്ചുള്ള, അല്ലെങ്കിൽ ഫീവറിനോടനുബന്ധിച്ചുള്ള, അലർജീനോടനുബന്ധിച്ചുള്ള, മറ്റുള്ള എന്തെങ്കിലും മുൻപത്തെ ക്ലാസ്സിനോടനുബന്ധിച്ചുള്ള എന്തെങ്കിലും? സാർ എനിക്ക് ഒരു പേഷ്യന്റ് വന്നു. പേഷ്യന്റ് വിത്തൗട്ട് എറപ്ഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ ആ പേഷ്യന്റ് ഇൻവെസ്റ്റിഗേഷന് വിട്ടു. അപ്പം IgE ചെയ്യിപ്പിച്ചു, പിന്നെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്തു.
അപ്പം ലിവർ ഫങ്ഷൻ ടെസ്റ്റില് ഇത് SGOT SGPT എല്ലാം ഹൈ ആയിരുന്നു. അപ്പൊ ഞാൻ ആ പേഷ്യന്റിന് ലൈക്കോ കൊടുത്തു. അപ്പം ബിലിറൂബിനോ ബിലിറൂബിൻ സ്ലൈറ്റ്ലി ഹൈ ആയിരുന്നു, പക്ഷെ SGOT SGPT ആയിരുന്നു ഹൈ. അപ്പം പേഷ്യന്റിന് ഇപ്പൊ ഒരു 1 month ആയിട്ടില്ല, അല്ല 1 month ആയിട്ടില്ല ട്രീറ്റ്മെന്റ്, പക്ഷെ കംപ്ലീറ്റ് അത് ഇത് കുറഞ്ഞു, ഇച്ചിങ് എല്ലാം കുറഞ്ഞു, അങ്ങനെ അത് ബെറ്റർ ആയി. വേറൊരു പേഷ്യന്റിന് ഏതാ കൊടുത്ത് ലൈക്കോ കൊടുത്തിട്ട് അത് മറ്റേ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്തോ? റിപ്പീറ്റ് ചെയ്തില്ല, പക്ഷെ സിംറ്റമാറ്റിക്കലി ബെറ്റർ ആയി. റിപ്പീറ്റ് ചെയ്യണം. 1 month ഇപ്പൊ കൊടുത്തിട്ടുള്ളൂ. പ്രശ്നം എന്താ അറിയോ, റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഉറപ്പ് വരുത്തണം. കാരണം എന്താണെന്ന് വെച്ചാൽ SGPT SGOT എലിവേറ്റഡ് ആവുക, ബിലിറൂബിൻ ഉണ്ടാവുക, ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും വെച്ചാല് അത് നമ്മൾ പറയില്ലേ ബിലിയറി അട്രോഫി, അത് മറ്റേ ലിവർ അട്രോഫി, അതായത് സിറോസിസ് പോവും. അപ്പൊ നമ്മളത് സിറോസിസ് പോവാതെ നമ്മൾ അത് ഉറപ്പ് വരുത്തണം. സിറോസിസിന്റെ അതെ, എനിക്ക് മനസ്സിലായി. ഇച്ചിങ് ഈ ബിലിയറി സിംറ്റംസ് ആണെന്നൊക്കെ മനസ്സിലായി. നമ്മള് സിറോസിസിന്റെ കാരണം നോക്കുമ്പോൾ 97% ബിലിയറി സിറോസിസ് ആണ്. ആൽക്കഹോളിക് സിറോസിസ് 3% ഉള്ളൂ. അപ്പോ നമ്മളൊരു പേഷ്യന്റ് വരുമ്പോഴേ അതൊന്ന് ഉറപ്പ് വരുത്തണം. റിപ്പീറ്റ് ചെയ്യാം അല്ലേ? 1 month കഴിഞ്ഞിട്ട് 1 month ചെയ്യുമ്പോ 1 month ഒന്നും വെയിറ്റ് ചെയ്യണ്ട. 1 month മെഡിസിൻ കൊടുത്തിട്ടുണ്ട്. 1 month അവരുടെ ഇപ്പം അവര് സിംറ്റം ആയിട്ട് വന്നതെല്ലാം അവർക്ക് ബെറ്റർ ആയിട്ടുണ്ട് ഇപ്പൊ. ആയിക്കോട്ടെ. ഇൻവെസ്റ്റിഗേഷൻ റിപ്പീറ്റ് ഡോളിക്കോസും ഇങ്ങനത്തെ കണ്ടീഷന് പറയാറുണ്ടല്ലോ. ഉണ്ട്. പക്ഷെ നിങ്ങള് ലൈക്കോപോഡിയം കൊടുത്തു, ബെറ്റർ ആയി. അപ്പൊ നമ്മള് ശരിക്ക് അത് കംപ്ലീറ്റ് മാറുന്ന വരെ എന്ത് ചെയ്യണം, അവരെ അണ്ടറിൽ വച്ചിട്ട് മോണിറ്റർ ചെയ്യണം. ഇതുപോലെ തന്നെ വേറൊരു പേഷ്യന്റ് വന്നു. ആ പേഷ്യന്റ് അല്ലെങ്കിൽ വെറുതെ നമ്മളെന്താവും അവർക്ക് ഇൻവെസ്റ്റിഗേഷൻ ഇട്ടപ്പോ ഈ സിമിലർ കേസ് മൂന്നെണ്ണം വന്നു. രണ്ടാമത്തെ പേഷ്യന്റ് ഞാൻ വിട്ടപ്പോ ആ പേഷ്യന്റ് IgE 1500 അത്ര ഉണ്ടായിരുന്നു. അപ്പം ആ പേഷ്യന്റിന് ഞാൻ സൾഫർ 0.1 കൊടുത്തു. അപ്പൊ അവർക്ക് ഇപ്പൊ സിംറ്റമാറ്റിക്കലി ബെറ്റർ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഒരു പേഷ്യന്റ് എന്റെ അടുത്ത് വന്ന ആ പേഷ്യന്റ് ഏജ് 90 അബോവ് 91 ഉണ്ട്. അപ്പൊ അത്ര ഓൾഡ് പേഷ്യന്റ് ആണ്. പക്ഷെ ഞാൻ ഇൻവെസ്റ്റിഗേഷൻ വിട്ടിട്ടേ ഉള്ളൂ, വന്നിട്ടില്ല. പക്ഷെ പേഷ്യന്റ് ഹോൾ ബോഡി ഭയങ്കര ഇച്ചിങ് ആണ്, വിത്തൗട്ട് ഇറപ്ഷൻ ആണ്. ഓൾഡ് ആയതുകൊണ്ട് ഇങ്ങനെ ഡ്രൈ നമുക്ക് കണ്ടാ ഡ്രൈ ആയിട്ട് തോന്നത്തില്ല. പക്ഷെ അത് ഓൾഡ് ആകുമ്പോഴത്തേന് ഡ്രൈ ആകുമല്ലോ, അതുകൊണ്ട് വരുന്ന ഇച്ചിങ് ആണ്. അങ്ങനെ ആണോ? പക്ഷെ പേഷ്യന്റ് ആസ്തമാറ്റിക് പേഷ്യന്റ് ആണ്. ഇപ്പൊ ആദ്യമായിട്ട് എന്റെ അടുത്ത് വന്ന അപ്പൊ അവര് പഫൊക്കെ എടുക്കുന്നുള്ള പേഷ്യന്റ് ആണ്. ഇനി അവർക്ക് ഇനി ഹൈപ്പർ സെൻസിറ്റിവിറ്റിയുടെ അതാണോ? അല്ല, അലർജിക് ആണല്ലോ. അത് ഒബ്വിയസ് ആണല്ലോ, അലർജിക് ആണല്ലോ. രണ്ടും. അപ്പൊ നമുക്ക് ആ പേഷ്യന്റിന് ഈ ഓൾഡ് ഏജ് ആയതുകൊണ്ട് നമുക്ക് എന്ത് മെഡിസിനിലേക്ക് പോകാൻ പറ്റും സാർ? എനിക്കതൊരു കൺഫ്യൂഷൻ ആയിട്ട്. നമ്മള് ശ്വാസമുട്ടിന് മരുന്ന് കൊടുക്കണം. അസ്മാറ്റിക് അല്ലേ? അപ്പൊ അത് കൊടുക്കുമ്പോ ഇത് ക്ലിയർ ആവുമോ? ക്ലിയർ ആയിട്ട് വരും. പിന്നെ നമ്മള് പിന്നെ IG നോക്കണം. പിന്നെ ഹൈപ്പർടെൻസീവ് ആണ് നോക്കണം, അബ്സല്യൂട്ട് ഈസിനോഫിൽ കൗണ്ടും നോക്കണം. ഞാൻ അത് എഴുതി കൊടുത്തിട്ടുണ്ട്, വന്നില്ല, നാളെ വരും. നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണതും ചെയ്യാത്തതും തമ്മിൽ വ്യത്യാസം എന്താണെന്ന്? ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേസിന്റെ മാറ്റം ശരിക്ക് ഒബ്സർവ് ചെയ്യാം. രണ്ടാമത്തത്, ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണ കേസും ചെയ്യാത്ത കേസും ചെയ്യുന്ന ആളുകൾക്ക് മതിപ്പുണ്ടാവുള്ളൂ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ?
അതെ ഇയാള് അറിഞ്ഞിട്ടാണ് ചികിത്സിക്കുന്നതെന്നുള്ള തോന്നൽ അവർക്ക് ഉണ്ടാവും. അതെ നമ്മൾ ഇതേ റിസൾട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാതെ നിന്ന് കഴിഞ്ഞാൽ ഉം, നമ്മൾ ഇതേപോലെ റിസൾട്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് മതിപ്പുണ്ടാവില്ല. ഉം. അത് ശ്രദ്ധിച്ചിട്ടുണ്ട് സിസ്റ്റർ? അതെ സർ. ചില പേഷ്യന്റ് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യും ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാന്ന്. നമ്മളവർക്ക് അവരുടെ പൈസ കളയണ്ട ചെയ്യണ്ട അല്ലാതെ അത് റിസൾട്ട് പൊട്ടത്തരാണ്. കിട്ടുമല്ലോ എന്ന് വിചാരിക്കും. ഉം. അപ്പൊ അവർക്ക് അതിനൊന്നും പ്രശ്നമില്ല. പൈസ ഇല്ലാത്തവരായാലും ഇൻവെസ്റ്റിഗേഷൻ എന്തുകൊണ്ടാന്ന് വെച്ചാല് ചെയ്യുന്ന അവരെ ഭാഗം അവർ ക്ലിയർ ആക്കാണ്. അവർക്ക് അത് ഉറപ്പ് വരുത്തണം. അതെ അതെ ഉം. ഈ IgE കൂടുതലുള്ള പേഷ്യൻസിന് നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുക ഹാരിസ് ഡോക്ടറെ? ഇച്ചിങ്ങുമായിട്ട് അലർജി കേസാണ്. എന്തോ കേട്ടില്ല. അലർജി ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന ഇതാണ് പ്രശ്നമാണ്. അതെ. അത് നമ്മൾ അലർജീന്റെ സിംറ്റം നോക്കിയിട്ട് കൊടുക്കണം. പിന്നീട് ആന്റിസോറിക്ക് വരികയാണെങ്കിൽ ആ സിംറ്റം നോക്കിയിട്ട് നമ്മൾ കൊടുക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാവോ? എക്സാമ്പിൾ പറഞ്ഞുതരാവോ എന്ന് വെച്ച് കഴിഞ്ഞാല് IgE വന്നിട്ട് സ്കിൻ ഇച്ചിങ് മാത്രമാണ്, റാഷസ് ഒന്നും ഇല്ലെങ്കിലോ? അതൊക്കെ അലർജി സിംറ്റംസ്. നമുക്ക് ലാറ്റൻസോറ Sir. സിംറ്റംസ് ആണ് നമ്മൾ ആന്റിസോറിക്കിന് സെലക്ട് ചെയ്യാം മെയിനായിട്ട്. ഓക്കെ. അപ്പൊ ലാറ്റൻസോറ സിംറ്റംസ് നോക്കിയിട്ട് വേണം നമ്മൾ മരുന്ന് സെലക്ട് ചെയ്യാൻ ആന്റിസോറിക്ക്. ഇപ്പൊ നമ്മളിപ്പോ ഒരു അലർജി റൈനൈറ്റിസ് വന്നു, അമോണിയം കാർബ് കൊടുത്തു, കുറഞ്ഞു, നല്ല കുറവ് കിട്ടി, പിന്നെ റിലാപ്സ് ചെയ്തു, പിന്നെ നോക്കും ലാറ്റൻസോറ സിംറ്റംസ് ഏതൊക്കെയുള്ളത് നോക്കും. അതിൽ ബാക്കിയുള്ളത് ഉള്ളത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആന്റിസോറിക് മരുന്ന് കൊടുക്കും. അപ്പൊ അതിന്റെ റിക്കറൻസ് ഒഴിവായി പോകും. ഇനിയിപ്പോ റിക്കറന്റ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ നിലനിൽക്ക് ട്യൂബർക്കുലിനും വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ വേറെ ലാറ്റൻസോറ സിംറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതും കൊടുക്കാം. അപ്പൊ സിസ്റ്റർ ഇപ്പൊ ലൈക്കോപോഡിയം കൊടുക്കാൻ കാരണം, ഒരു പക്ഷേ ലൈക്കോപോഡിയം കൊടുക്കാൻ കാരണം ലൈക്കോപോഡിയത്തിന്റെ ലാറ്റൻസോറ സിംറ്റംസ് അതിലുണ്ടാവും. ഭവ്യ സിസ്റ്റർ ലൈക്കോപോഡിയം അതിന് കൊടുക്കാൻ കാരണം എന്താ? അത് ലിവറിനാണല്ലോ മെയിൻ ആയിട്ട് അഫക്ഷൻ വന്നത്. അപ്പം അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ലൈക്കോ കൊടുത്തത്. ഫ്ലാറ്റുലൻസ് ഡിസ്റ്റൻഷൻ ഒക്കെ ഉണ്ടായിരുന്നോ? ഫ്ലാറ്റുലൻസ് അങ്ങനെ ഇല്ലായിരുന്നു. ഉം. ഞാൻ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തപ്പോഴാണ് ലിവറിന് പ്രശ്നമൊന്നും അവർക്ക് തന്നെ മനസ്സിലായത്. അവർക്കും അറിയില്ലായിരുന്നു. അവർക്ക് ഇച്ചിങ് മാത്രമേ അറിയുള്ളൂ. ഒരുപാട് അലോപ്പതി ട്രീറ്റ്മെന്റ് എടുത്തിട്ട് വന്ന ഒരു യങ് ആയിട്ടുള്ള മനുഷ്യനായിരുന്നു. അതല്ല ലൈക്കോപോഡിയം പുള്ളി കൊടുക്കാൻ കാരണം സിംറ്റംസ് എന്തായിരുന്നു? ഞാൻ അത്രയും ഞാൻ ചിന്തിച്ചില്ല സാറേ. ഞാൻ കൊടുക്കാൻ കാര്യം, അപ്പൊ ലിവർ അഫെക്ഷൻ വന്നപ്പോ എനിക്കത് മോസ്റ്റ്ലി ലൈക്കോയിന്റെ റിസൾട്ട് കിട്ടുന്ന എനിക്ക് തോന്നി. അങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് കൊടുത്തല്ലേ? ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ ഒരിക്കലും ചെയ്യരുത്. ബ്ലൈൻഡ് ആയിട്ട് കൊടുത്ത പക്ഷെ റിസൾട്ട് ഇപ്പൊ വേറെ ആൾക്ക് ചെലിഡോണിൻ തോന്നുകയാണെങ്കിൽ അയാൾ അത് കൊടുക്കൂലേ? പക്ഷെ ഞാൻ ലൈക്കോ കൊടുത്തേ ഉള്ളൂ. അങ്ങനെ അതിന് പ്രത്യേകിച്ച് റീസൺ ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് ലിവർ അഫക്ഷൻ വന്നപ്പോ ഞാൻ മെയിനായിട്ട് ലൈക്കോയിലോട്ടാ പെട്ടെന്ന് മനസ്സ് പോയത്. അങ്ങനെ കൊടുത്തു. പിന്നെ ഇത് IgE ആണ് ഹൈ വരുമ്പോ എനിക്കിപ്പോ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഞാനിത് ഒബ്സർവ് ചെയ്ത്, കിഡ്നി പേഷ്യന്റ് ആണെങ്കിൽ പിന്നെ ആസാൽബ് കൊടുത്ത റിസൾട്ട് ഉണ്ട്. ഹോട്ട് ആണെങ്കിൽ സൾഫർ കൊടുക്കും. സപ്രസ്ഡ് ഇറപ്ഷൻ മുമ്പ് സപ്രസ്ഡ് ഇറപ്ഷൻ കൊണ്ട് ഇങ്ങനത്തെ കണ്ടീഷൻ വരികയാണെങ്കിൽ ഈ രണ്ട് മരുന്നും വരും, അലർജി കണ്ടീഷൻസ്. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സൾഫറിന്റെ ആർസനിക്കത്തിന്റെ ഒക്കെ സിംറ്റംസ് അതിൽ ഉണ്ടാവും. പിന്നെ ഈ IgE വന്നിട്ട് ഭയങ്കര ഇച്ചിങ്ങും, ചിലർക്ക് ചെറുതായിട്ട് ചെറിയ ഇറപ്ഷൻസ് ആയിട്ട് ചിലപ്പോൾ ഇച്ചിങ് ചെയ്തേ
അങ്ങനെ അങ്ങനെ വരുന്നവർക്ക് സൾഫറാണ് പ്രധാനമായിട്ട് കൊടുക്കുക. ആ ഹോട്ട് ആണെങ്കിൽ ചില്ലിയാണെങ്കിൽ ഞാൻ ആസാൽവ് കൊടുത്തു. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് പ്രാക്ടീസ് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ലല്ലോ ഇപ്പൊ മൊത്തത്തില് എല്ലാരോടാ ചോദിക്കുന്നത്. സാർ എനിക്ക് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ എൻഡ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. എൻഡ് ചെയ്യിപ്പിക്കാൻ അല്ലേ? എൻഡ് ചെയ്യാൻ സാർ, കാരണം ഇതിനൊരു ഒരു ഒരു പ്രോട്ടോകോൾ പോലെ ഉണ്ടോ? ഒരു മെഡിസിൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്കിതുണ്ടല്ലോ, ഒരു മെഡിസിൻ റെമഡി കഴിഞ്ഞ് നെക്സ്റ്റ് മെഡിസിൻ, അങ്ങനെ റെമഡി റിലേഷൻ ഇല്ലേ? അപ്പൊ അതെനിക്ക് റിലേഷൻഷിപ്പ് ശരിക്കും അറിയത്തില്ല. അതുകൊണ്ട് റിലേഷൻഷിപ്പിൽ നമ്മൾക്ക് ഒന്നുള്ളത് കോംപ്ലിമെന്ററി ആണ്. കോംപ്ലിമെന്ററി എന്ന് പറയുന്നത് നമ്മളൊരു മരുന്ന് ഇൻഡിക്കേറ്റഡ് മരുന്ന് കൊടുത്തു, അത് മുഴുവനായിട്ട് വർക്ക് ചെയ്യുന്നില്ല, എത്ര കൊടുത്തിട്ടും വർക്ക് ചെയ്യുന്നില്ല, അപ്പൊ നമ്മൾ അതിന്റെ കോംപ്ലിമെന്ററി കൊടുക്കും. അതെന്തുകൊണ്ടാണ് കോംപ്ലിമെന്ററി വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതൊരു ആന്റിസോറിക് ആയിരിക്കും. ഇപ്പോ റിക്കറന്റ് ആയിട്ട് ഹെഡ് സ്വെറ്റിൽ ഒരു പേഷ്യന്റിന് അത് സപ്രസ് ചെയ്യുമ്പോൾ ഫീവർ കോൾഡ് ഒക്കെ വരുമ്പോ ബെലഡോണ വരികയാണ് വിചാരിച്ചോളൂ. അപ്പൊ ബെലഡോണ കൊടുത്തു, വീണ്ടും കൊടുത്തു, അപ്പൊ റിലാപ്സ് ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കൽക്കേരിയ കാർബ് കൊടുക്കുന്നു. ഇതൊരു കോംപ്ലിമെന്ററി ആണല്ലോ. ഇങ്ങനെയാണ് കോംപ്ലിമെന്ററി റിലേഷൻഷിപ്പ് വരുന്നത്. ആ കേസ് എന്താവും? കംപ്ലീറ്റ് ആവും. കൽക്കേരിയ ബെല്ലും കൽക്കേരിയും മാത്രം മതിയോ? അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടോ? സൾഫർ ഉണ്ടോ? ഇല്ല. കാരണം എന്താന്ന് വെച്ചാല് ഇത് എങ്ങനെയാണ് വരുന്നത്? വെല്ലിന്റെ കണ്ടീഷൻ സപ്രസ്ഡ് ഹെഡ് സ്വെറ്റ് കൊണ്ടല്ലേ വരുന്നത്. അപ്പൊ നമ്മളത് അതിനെ കോംപ്ലിമെന്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഇതാണ് കോംപ്ലിമെന്റ്. നിങ്ങൾ പറയുന്നത് എന്താന്ന് വെച്ചാല് ഫോളോ റെമഡീസ് ആണ്. കൽക്കേരിയ, ലൈക്കോപോഡിയം എന്നൊക്കെയുള്ള പറഞ്ഞ ഓരോ മരുന്ന് അതിന് ഫോളോ റെമഡീസ് ആണ് നിങ്ങൾ പറയുന്നത്. അതായത് ഒരു ആന്റിസോറിക്ക്, ഒരു ക്രോണിക് ഡിസീസിൽ ഒരു ആന്റിസോറിക്ക് മതിയാതെ വരുമ്പോ, ഒന്നിൽ കൂടുതൽ ആന്റിസോറിക്ക് വരുമ്പോ ഫോളോ റെമഡീസ് വരും. അത് അറിയത്തില്ല സാർ. അതുകൊണ്ട് ഓരോ ഡിസീസും വരുമ്പോ കാരണം എന്താന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ലാറ്റൻസോറ സിംറ്റംസ് ഉണ്ടാവും. അങ്ങനെ വരുമ്പോ ഒരു ആന്റിസോറിക് കൊണ്ട് ഒരു ലാറ്റൻസോറ സിംറ്റംസ് കവർ ചെയ്യില്ല. ഇപ്പൊ സപ്പോസ് നമ്മളിപ്പോ സൾഫർ കൊടുത്തു, ഒരു പേഷ്യന്റിന് സൾഫർ കൊടുത്തു. ആ സൾഫർ കൊടുത്തപ്പോ ആ പേഷ്യന്റ് ഉണ്ടായിരുന്നത് ഹോട്ട് പേഷ്യന്റ് ആണ്, അപ്പറ്റൈറ്റ് കുറവാണ്, തേഴ്സ്റ്റ് ഉണ്ട്, മറ്റുള്ള 1-2 സിംറ്റംസ് കൊണ്ട് സൾഫർ കൊടുത്തു. പിന്നെയും കുറെ സിംറ്റംസ് ഉണ്ട്, സൾഫർ കൊടുത്തപ്പോ അപ്പറ്റൈറ്റ് ശരിയായി. ബാക്കിയുള്ള സിംറ്റംസ് നോക്കുമ്പോൾ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ കൽക്കേരിയ കാർബിന്റെ സിംറ്റംസ് അവിടെ ഉണ്ട്, ലാറ്റൻസോറ സിംറ്റംസ് പ്രൊമിനന്റ് ആയിട്ട് പിന്നെ ഉണ്ട്, വേം സിംറ്റംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് വരച്ചോ. അപ്പോ അതിന് ശേഷം കൽക്കേരിയ കാർബ് കൊടുത്തു, അത് മാറി. അത് കഴിഞ്ഞിട്ട് ലൈക്കോപോഡിയത്തിന്റെ ഫ്ലാറ്റുലൻ സിംറ്റംസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കോപോഡിയം കൊടുത്തു, അത് മാറി. ഇങ്ങനെയാണ് ഫോളോ റെമഡീസ് വരിക. കാരണം ഒരു മരുന്ന് കൊടുത്ത് മാറിക്കഴിഞ്ഞാൽ പിന്നെ പ്രൊമിനന്റ് ആയിട്ട് നിൽക്കുന്ന സിംറ്റംസ് ഉണ്ടല്ലോ, അതിനാണ് കൊടുക്കേണ്ടത്. സാർ, ഒരു ഉദാഹരണമായിട്ട് എനിക്കൊരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. പേഷ്യന്റിന് വെരിക്കോസ് വെയിൻ ആയിരുന്നു. അപ്പം പേഷ്യന്റിന് മെഡിസിൻ കൊടുത്തത് ആർണിക്ക കൊടുത്തു. ഇപ്പം 2-3 മാസമായിട്ട് മെഡിസിൻ എടുക്കുന്നു. അപ്പം അത് മെഡിസിൻ റിപ്പീറ്റ് 1-2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തുള്ളൂ. പിന്നെ ഞാൻ SL തന്നെ പോയി. അപ്പൊ ആ പേഷ്യന്റിന് സ്കിന്നില് ഭയങ്കര ബേണിംഗ് ആയിരുന്നു, സ്വെല്ലിംഗ് ഉണ്ടായിരുന്നു,
അങ്ങനെ ഉം. മുഴച്ചു കിടപ്പുണ്ടായിരുന്നു. പിന്നെ സ്വെല്ലിങ്, ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഉണ്ടായിരുന്നു. പിന്നെ പേഷ്യന്റ് ഈ സ്കിൻ ഇങ്ങനെ എക്സ്ഫോളിയേറ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു കുറെ 2 കാലില്. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഈ 3 മാസം കഴിഞ്ഞപ്പോഴത്തേന് അതെല്ലാം കംപ്ലീറ്റ് അതിന്റെ എല്ലാം പോയി. സ്കിന്ന് ക്ലിയർ ആയി, സ്വെല്ലിങ് കുറഞ്ഞു, കളറ് ചേഞ്ച് ആയി, പിന്നെ ഇടയ്ക്ക് ബേണിങ്ങും ഇച്ചിങ്ങും ഉണ്ടായിരുന്നു, അത് മാറി. സിംറ്റമാറ്റിക്കലി കംപ്ലീറ്റ് ഈ വെരിക്കോസ് എല്ലാം മാറി. പക്ഷെ പുള്ളി ഇപ്പം ആളെന്നെ വിളിച്ചിട്ട് പറഞ്ഞത് എനിക്ക് മുട്ടിന് വേദന ഉണ്ടെന്ന് പറയുന്നു. ഈ നീ ജോയിന്റ് ലെഫ്റ്റ് നീ ജോയിന്റിന് അത് വേദന, ന്യൂസ് ഇറ്റ് ആണോ? ന്യൂ സിംറ്റമാ. മറ്റേതെല്ലാം മാറി. അങ്ങനെ ന്യൂസ് സിംറ്റംസ് വരുമ്പോ ന്യൂ സിംറ്റംസ് ഉണ്ടായി കഴിഞ്ഞാല് നമ്മൾ ആ ന്യൂ സിംറ്റംസ് കവർ ചെയ്യുന്ന നെക്സ്റ്റ് മരുന്നാണ് അറിയാം. ഓക്കെ. അപ്പൊ ഞാനൊന്ന് റെസ്റ്റോക്സ് ഞാൻ കൊടുത്തു. അത് ശരിയാണോ സാർ? ആ റെസ്റ്റോക്സ് ഡോസ് ഇപ്പൊ കൊടുത്തേക്കുന്നു. ഓക്കെ. അത് ഫസ്റ്റ് മൂവ്മെന്റ് അഗ്രവേഷൻ അങ്ങനെ ഉണ്ടോ? അത് ഞാൻ ചോദിച്ചു. അപ്പം പിന്നെ രാവിലെ എഴുന്നേറ്റ് കാല് കുത്തുമ്പം വേദനയാന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിയുമ്പത്തേനും കുറയുന്നു പറഞ്ഞു. ഓക്കെ. അങ്ങനെ അങ്ങനെ തന്നെയാണ് വരിക. ആ പിന്നെ റിലേഷൻഷിപ്പില് ഇനിമിക്കൽ റിലേഷൻഷിപ്പില് നമ്മൾ പറഞ്ഞില്ലേ നെക്സിസം സിംഗം ഇനിമിക്കൽ അപ്പൊ ഈ റിലേഷൻഷിപ്പില് ഇങ്ങനെ വരും. സാർ ഞാനിപ്പോ ഈ പേഷ്യന്റിന് റെസ്റ്റോക്സ് കൊടുത്തു. ഇനിയും പേഷ്യന്റിന് വേറെ എന്തെങ്കിലും സിംറ്റം ഇത് മാറിയിട്ട് വേറെണ്ണം വന്നാൽ അപ്പൊ അതിനും കൊടുക്കണോ? അങ്ങനെയാണ് അതോ? അങ്ങനെ കൊടുക്കേണ്ടി വരും. അതിപ്പോ റെസ്റ്റോക്സ് കൊടുത്തു, മാറി. പിന്നെ തണുപ്പ് വരുമ്പോ അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലത്ത് നിൽക്കുമ്പോ ഈ നീ പെയിന് വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെള്ളത്തിൽ നിൽക്കുമ്പോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ റെസ്റ്റോക്സിന് ശേഷം കൽക്കരിയം കാർബ് കൊടുക്കേണ്ടി വരും. സാർ ഒരു ഡൗട്ട് കൂടി ചോദിക്കട്ടെ. ഞാൻ സരിറ്റോക്കിന്റെ അടുത്ത് പോയപ്പോ ഇങ്ങനെ പഠിച്ചായിരുന്നു, ഇങ്ങനെ നമ്മളെല്ലാരും പഠിച്ചിട്ടുള്ള ഡിസീസ് ഇങ്ങനെ എക്സ്റ്റീരിയറൈസ് ചെയ്ത് പോകുന്നേ, പുറത്തോട്ട് മോർ ഇമ്പോർട്ടന്റ് ആവുക ഇനി നെക്സ്റ്റ് ലെവലിലോട്ട് ഇങ്ങനെ പോകുമല്ലോ. അപ്പൊ അങ്ങനെ വേരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞൊരു ഒരു ഇതല്ലേ, കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിലെ ഒരു ഡിസീസ് ആണല്ലോ. അത് നെക്സ്റ്റിലേക്ക് ജോയിന്റിലേക്ക് ഇപ്പം വന്നല്ലോ. അപ്പൊ ഇനി അത് സ്കിന്നിലേക്ക് വരുമായിരിക്കും അല്ലേ? അങ്ങനെ എക്സ്റ്റീരിയർ കംപ്ലീറ്റ് ഏറ്റവും ഔട്ട്വേർഡ് ആയിട്ടുള്ള ഓർഗനിലേക്ക് ലാസ്റ്റ് വന്ന് അങ്ങനെ ആയിരിക്കും അത് കംപ്ലീറ്റ് ചെയ്യുന്ന ഡിസീസ് പുറത്തോട്ട് പോകുന്നു. പുറത്തോട്ട് പോകാൻ ഇപ്പൊ എന്താ ഉള്ളത്? എന്താ ഉള്ളതെന്ന് വെച്ചാൽ ആ ഡിസീസ് അങ്ങനെ ഉണ്ടോ? ഓൾഡ് കംപ്ലൈന്റ് വരും സ്വാഭാവികമായിട്ടും. ഓൾഡ് കംപ്ലൈന്റ് വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഓൾഡ് കംപ്ലൈന്റോ? ഓൾഡ് നിങ്ങൾ കംപ്ലൈന്റ് ഓൾഡ് കംപ്ലൈന്റ് ആണ് വരിക. എന്നപ്പോ അത് ഡിസീസ് പ്രോഗ്രസ് ചെയ്തതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അത് പോകുന്നതല്ലേ? ഓൾഡ് കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രൈമറി ആക്ഷൻ ഓഫ് മെഡിസിന് ആണത്. ഡിസീസ് ആയിട്ട് ബന്ധമില്ല. പ്രൈമറി ആക്ഷൻ ഓഫ് മെഡിസിൻ ആണ്. പ്രൈമറി ആക്ഷൻ ഓഫ് മെഡിസിന് സിംറ്റംസ് കാണിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് അത് ഡീപ്പായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു സിഗ്നലാണ്. അത് നിങ്ങൾ ഹോമിയോപ്പതിക് അഗ്രവേഷനെ പറ്റിയിട്ട് നോക്കി കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കെൻസ് ഒബ്സർവേഷനിലോ 12 എന്റെ അല്ല, അനിമാന്റെ വായിച്ചു നോക്കൊണ്ടു. ഓർഗനോളിലേ പുറത്തേക്കൊന്നും പോകാനല്ല. അപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അതൊക്കെ നമ്മളെ തെറ്റിദ്ധാരണയാണ്. ഇപ്പൊ സിഫിലിസ് ഷാങ്കർ വന്ന് വിചാരിച്ചോളൂ. ഷാങ്കർ വന്ന് അയാൾ സപ്രസ് ചെയ്തു. 2 ഉദാഹരണം പറയാം. ഷാങ്കർ വന്ന് സപ്രസ് ചെയ്തു. സെക്കൻഡറി സിഫിലിസ് വന്നു. സെക്കൻഡറി സിഫിലിസിൽ വന്ന് നമ്മൾ മരുന്ന് കൊടുത്ത് മാറിക്കഴിഞ്ഞാൽ വീണ്ടും ഷാങ്കർ വരുമോ? ഇല്ല.
രണ്ടാമത്തെ കേസ് ഷാങ്കർ വന്നു, മരുന്ന് കൊടുത്തു, ഇതിന്റെ വട്ടം വലിപ്പം കൂടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ഷാങ്കർ മാറുക എങ്ങനെയാ? വട്ടം കുറഞ്ഞു വരിക വേണ്ടത്. ഇന്റേണൽ ഡിസീസ് കുറയുമ്പോൾ, ഇന്റേണൽ ഡിസീസ് കൊണ്ടാണല്ലോ അത് ഉണ്ടാവുന്നത്. ഇന്റേണൽ ഡിസീസ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻ കുറയും. ഡോസ് ലാർജ് ആണോണ്ടാണ് അഗ്രവേഷൻ സംഭവിക്കുന്നത്. അപ്പോ ഈ ഡോസ് ലാർജ് ആയിട്ട് അഗ്രവേഷൻ സംഭവിച്ച ഒരു 20-24 ദിവസത്തിൽ കൂടുതൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ആന്റിഡോട്ട് ചെയ്യണം. അല്ലെങ്കിൽ വളരെ സിവിയർ ആയിട്ട് വരികയാണെങ്കിൽ ആന്റിഡോട്ട് ചെയ്യണം. ത്രെട്ടനിങ് സിംറ്റംസ് ആയിട്ടോ ട്രബിൾസം സിംറ്റംസ് ആയിട്ടോ വരികയാണെങ്കിലും ആന്റിഡോട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഡൈല്യൂട്ടഡ് ഫോമിൽ വീണ്ടും ആദ്യത്തെ മരുന്ന് കൊടുക്കണം. ഡൈലൂട്ടഡ് ഫോമില് ആദ്യം കൊടുത്ത ഡൈലൂട്ട് ചെയ്ത് കൊടുക്കണോ? കാരണം അതുകൊണ്ട് ഡോസ് ലാർജ് ആയതുകൊണ്ടാണല്ലോ അഗ്രവേറ്റ് ചെയ്തത്. സ്വാഭാവികമായിട്ടും ഡോസ് ഡൈലൂട്ട് ചെയ്യണം, സ്മോൾ ആക്കണം. എനിക്ക് കുറെ കേസുകള് ഇതുപോലെ ഞാൻ ആസ്തമ ആയിട്ടുള്ള പേഷ്യൻസിന് മെഡിസിൻ കൊടുത്ത് അവർ ആസ്തമ കുറഞ്ഞു, അപ്പൊ അവർക്ക് സ്കിന്നിലേക്കായി. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അത് സ്കിന്നിലേക്ക് വന്നു, സ്കിന്ന് മാറിയിട്ട് വീണ്ടും ആസ്മ വരും. ഇത് ആൾട്ടർനേറ്റിംഗ് ഡിസീസ് ആണ്. അപ്പൊ ആൾട്ടർനേറ്റിംഗ് ഡിസീസിന് നമ്മൾ 2 ഫേസും സ്കിന്നും ആസ്മ സിംറ്റംസും രണ്ടും കമ്പൈൻ ചെയ്തിട്ട് വേണം നമ്മൾ മരുന്ന് കൊടുക്കാൻ. അപ്പോഴേ അത് ക്യൂർ ആവുള്ളൂ. അല്ലെങ്കിൽ എന്തായിരിക്കും വെച്ചാൽ ഒന്ന് മാറി അങ്ങനെ മാറി കളിക്കും. പക്ഷെ സാർ ഞാനിപ്പോ ട്രീറ്റ് ചെയ്ത ഇപ്പൊ ഒരു 4-5 കുട്ടികളുണ്ട്. അപ്പൊ അവർക്കെല്ലാം പിന്നെ ആസ്തമ വന്നിട്ടില്ല. ഇപ്പൊ ഒരു വർഷം ആകാറായി. എന്നാ പനി ജലദോഷം ഒക്കെ വരുന്നുണ്ടെങ്കിലും അവര് പിന്നീട് ആസ്മയിലേക്ക് പോയിട്ടില്ല. നമുക്ക് ചെസ്റ്റ് ക്ലിയർ ആയപ്പോ നോക്കിയാലും വീട്ടുകാരും പറഞ്ഞു ശ്വാസം മുട്ടലായിട്ട് പിന്നെ വന്നിട്ടില്ല. പക്ഷെ അവര് സ്കിന്ന് മിക്കവരും തന്നെ സ്കിൻ അങ്ങ് ഫ്ലെയർ അപ്പ് ഈ ആസ്തമ വരേണ്ട സമയമാകുമ്പോ, അതായത് വാവ് ടൈമൊക്കെ ആകുമ്പോൾ ഇത് കൂടി വരുന്നേ. അപ്പൊ ആ സമയമാകുമ്പം അല്ലെങ്കിൽ ഇത് അകന്നു പോവുകയാണല്ലോ പീരിയോഡിസിറ്റി. ഇതിന്റെ പീരിയോഡിസിറ്റി സ്കിന്ന് ഫ്ലെയർ അപ്പ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് കുറഞ്ഞു വരും. പിന്നെ ആസ്തമ വരേണ്ട സമയം, അതിന്റെ അർത്ഥം ഇത് പോകുന്നതാണോന്ന് ഞാനത് ഒബ്സർവ് ചെയ്തുകൊണ്ട് എനിക്കത് മനസ്സിലാകുന്നില്ല. ആസ്തമ ശരിക്കും വരേണ്ട സമയത്ത് സ്കിൻ ഇപ്പൊ ഫ്ലെയർ അതിപ്പോ ഒരു വൺ ഷെയ്ഡ് ഡിസീസ് ആയിട്ട് മാറി. അപ്പൊ അത് ആസ്മ ഒന്നില്ല അരച്ചോളൂ, വേറെ ഡിസീസ് ആയിട്ട് വരും. ഇപ്പൊ ഒരു ഉദാഹരണം പറയുന്നത് ചിലപ്പോ അയാൾക്ക് ഫ്ലെയർ അപ്പ് ചെയ്യാനൊന്നും ഇല്ല, സ്കിന്നാണ് ഫ്ലെയർ അപ്പ് ചെയ്യുന്നത്. ഒരു കുറച്ചൊക്കെ വലുതായി, ഒരു 10-15 വർഷം കഴിഞ്ഞ് വലുതായി, ഒരു സൈക്കോളജിക്കൽ ഷോക്ക് ഉണ്ടായി. ഷോക്ക് ഉണ്ടാവുമ്പോ അയാൾക്ക് എന്താവും, സൈക്കാട്രിക് കംപ്ലൈന്റ് ഉണ്ടാവും. അപ്പൊ ഈ ഡിസീസ് പോയതല്ലായിരുന്നോ? പോയതല്ല, ഇത് വൺ സൈഡ് ആയിട്ട് മാത്രം വർക്ക് ചെയ്താണ്, ക്യൂർ ചെയ്തിട്ടില്ലല്ലോ. അല്ല, ഈ പേഷ്യന്റിന് ആദ്യം സ്കിന്നിലൊന്നും ഇല്ലായിരുന്നു സാർ. ആദ്യം എന്റെ അടുത്ത് ആസ്മയായിട്ടാ വന്നത്. ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, സ്ലൈറ്റ് ആയിട്ട് ഉണ്ടായിട്ടുണ്ടാവും മുമ്പ്. അല്ല, ചെറിയ പിള്ളേരായിരുന്നു, അവർക്ക് വന്നിട്ടില്ല. ഞാൻ ഈ മെഡിസിൻ കൊടുത്തപ്പോഴാണ് എല്ലാവർക്കും സ്കിന്ന് വന്നു. എനിക്ക് പിന്നെ കൺഫ്യൂസ്. അല്ലെങ്കിൽ അതിനുള്ള സാധ്യത അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ അത് വരില്ല. ഇപ്പൊ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയാണ് സ്കിൻ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ രോഗം മാറുന്നു. സ്കിൻ കംപ്ലൈന്റ് അവിടെ നിലനിൽക്കാൻ ഇന്റർണൽ സോർ ഉള്ളതുകൊണ്ടല്ലേ സ്കിൻ കംപ്ലൈന്റ് അവിടെ നിലനിൽക്കുന്നത്. ഷാങ്കർ നിലനിൽക്കാൻ കാരണം ഇന്റേണൽ സിഫിലിസ് ഉള്ളതുകൊണ്ടല്ലേ ഷാങ്കർ നിലനിൽക്കുന്നത്. ട്രീറ്റ്മെന്റ് പാർഷ്യൽ ട്രീറ്റ്മെന്റ് ആണ്, കംപ്ലീറ്റ് അല്ല. അതാണ് പ്രശ്നം. അപ്പൊ ഈ സോറ കംപ്ലീറ്റ്ലി പോവാൻ ആന്റിസോറിക്ക് കൊടുത്താൽ മതി. അല്ല, ആന്റിസോറിക് തന്നെയാണ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല്, വാവിനല്ലേ ഇത് വരുന്നത്,
ആ സമയത്തല്ല കൂടുതലായിട്ട് ഹലോ ഇതാവുന്നേ. അതെ, അപ്പൊ വാവിന്റെ സ്കിൻ സമയത്ത് അപ്പൊ ഏത് ന്യൂ മൂണോ ഫുൾ മൂണോ? ഫുൾ മൂൺ. ഫുൾ മൂണ്. അപ്പൊ ഫുൾ ആ മൂണില് സ്കിൻ അഗ്രവേറ്റ് ചെയ്യുന്ന മരുന്നുകൾ ഏതൊക്കെയാണ്? അങ്ങനെ നോക്കിട്ട് കൊടുക്കണോ? ഏഹ് അങ്ങനെ നോക്കണ്ടേ? ആ. അപ്പോഴല്ലേ നമ്മൾ ടോട്ടാലിറ്റി എടുക്കുക. അപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് റെമഡി ഇപ്പൊ ശ്വാസം മുട്ടാണെങ്കിൽ സ്പോഞ്ച് അല്ലേ കൊടുക്കുക. ആ. ശ്വാസം മുട്ടുണ്ടാകുമ്പോ ഫുൾ മൂൺ അഗ്രവേഷൻ നമ്മൾ ഫസ്റ്റ് സ്പോഞ്ച് അല്ലേ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് റെമഡി ഉം, ഉം. നിങ്ങൾ ഏതാ കൊടുത്തത്? ഞാൻ പലർക്കും പല മെഡിസിൻസാ കൊടുത്തിട്ടുള്ളത്. ഏത് മൂണോ? അങ്ങനെ മൂന്നും നോക്കി ഞാൻ ഇത് കൊടുത്തിട്ടില്ല സാർ, കൊടുത്തില്ല ഇതുവരെ. ഇപ്പൊ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ SL തന്നെ പോവായിരുന്നു. എന്താ ചെയ്യണ്ടേന്ന് അറിയാത്തോണ്ട് ആ ആ ഒന്നും കൊടുത്തിട്ടില്ല. അവർക്ക് കൊടുത്തപ്പോ മറ്റേതിൽ ബെറ്റർ ആയല്ലോ. അപ്പൊ ബെറ്റർ മോർ ആയതല്ലത്. ഇമ്പോർട്ടന്റ് ഓർഗൻ സേഫ് ആയല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുവായിരുന്നു. ആ ആ അങ്ങനെയല്ല, അങ്ങനെ മനസ്സിലാക്കരുത്. അത് പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ്. ആ അപ്പൊ അതുകൊണ്ടാ ഞാൻ പറഞ്ഞ എനിക്ക് അതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ ഫുൾ മൂൺ ഫോളോ. അഗ്രവേഷനുള്ള മരുന്നുകൾ കുറെ മരുന്നുകളുണ്ട്. 3 മാർക്ക് മരുന്ന് സിലിക്കും സൾഫറും ആണ്. പിന്നെ 2 മാർക്ക് വരുന്നത് അലൂമിന, ബെലഡോണ, കൽക്കരിയ, ക്രോക്കസ്, സൈക്ലാമൻ, ഫ്ലോറിക് ആസിഡ്, ഗ്രാഫൈറ്റിസ്, ലൈക്കോൻ, അട്രങ്കാപ്പ്, സൊറേനം, സെപ്പിയ, സ്പോഞ്ചിയ. പിന്നെ 1 മാർക്ക് വരുന്നത് ആർണിക്ക, ആർസനിക് ആൽബ്, ബ്രോമിയം, കോസ്റ്റിക്കം, കാലിനൈട്രിക്കം, സബാഡില്ല, ടൂക്രിയം. സാർ എവിടെ നോക്കിയാ ഇത് വായിക്കുന്നത്? ഏഹ് അല്ല, ഈ ഫുൾ മൂൺ അഗ്രവേഷൻ എവിടെ? കോണിങ്ങോസന്റെ പ്രപ്പട്ടറി ഇല്ലേ? ആ ഉം. ഇതുണ്ട്. പിന്നെ സ്കിൻ ഇറപ്ഷന് സ്കിൻ ഇറപ്ഷൻ ആൾട്ടർനേറ്റീവ് വിത്ത് ആസ്മ, കലേഡിയം, മെസീരിയം, റെസ്റ്റോക്സ്, സൾഫർ. കലേഡിയം, മെസീരിയം, റെസ്റ്റോക്സ്, സൾഫർ. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 3 അഗ്രവേഷൻ. ആ ഇതിൽ ഏതാ ഉള്ളത്? ഏഹ് എന്താ സാർ? ഞാൻ നേരത്തെ വായിച്ചില്ലേ? ന്യൂ മൂൺ അഗ്രവേഷൻ ആണോ ന്യൂ മൂൺ അല്ല, സാർ? ഫുൾ മൂൺ. ഫുൾ മൂൺ, സ്പോഞ്ചിയ, സൈലീഷ്യ, സൾഫർ. അതല്ല അല്ല ഇപ്പൊ ഞാൻ നേരത്തെ ആ പറഞ്ഞ അതായത് സ്കിന്ന് ഇറപ്ഷൻ ആൾട്ടർനേറ്റീവ് വിത്ത് ആസ്മ. അതില് ഫുൾ മൂൺ അഗ്രവേഷനില് കലേഡിയം ഇല്ല, മെസീരിയം ഇല്ല, റെസ്റ്റോക്സ് ഇല്ല, സൾഫർ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ കേസിന് സൾഫർ ആണ് കൊടുക്കേണ്ടത്. സൾഫർ ഡൈല്യൂട്ടഡ് ഫോം കൊടുത്തു നോക്കും. സൾഫർ ഞാൻ കൊടുത്തത് ഈ പേഷ്യന്റിന്. എങ്ങനെ? സൾഫർ ഞാൻ 0/1 അതിന്റെ ഡൈലൂട്ടഡ് ഫോം കൊടുത്തേ. ഇപ്പോഴും അത് കൊടുക്കുന്നുണ്ടോ? കൊടുത്ത് ഇല്ല, അത് ഒരു പ്രാവശ്യം കൊടുത്തിട്ട് നിർത്തിയേക്കുവാ. ഇപ്പൊ സൾഫർ കൊടുത്ത് ഇങ്ങനെ വർക്ക് ചെയ്യുകയാണെങ്കിൽ സൾഫർ ഓവർ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അല്ല, അത് നിർത്തിയിട്ട് ഒത്തിരി നാളായി സാർ, 2-3 മാസമായി. അത് പറഞ്ഞിട്ട് കാര്യമില്ല, രോഗം മാറണ്ടേ? ആ സാധാരണ അങ്ങനെ വരൂല. ഉം. ഓ സൾഫർ കൊടുത്തു,
അപ്പൊ എന്ത് ചെയ്യും? 0 ബാർ ഏതാ കൊടുത്ത്? 0 ബാർ 1 ഡയറക്റ്റ് കൊടുത്തിട്ടില്ല. 0 ബാർ 1 1ന്റെ 30 ml ഇതിൽ ആക്കിയിട്ട് അതിൽ നിന്ന് 1 സ്പൂൺ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1 സ്പൂണ് 100 ml ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഇന്നും ഡയല്യൂട്ട് ചെയ്യേണ്ടി സൾഫറിന്റെ ആന്റിഡോട്ട് ഏതാണ്? നെക്സോമിക്കയാണ്. നെക്സോമിക്ക നോക്കിണ്ടോ? നമ്മള് അത് ഉറപ്പുവരുത്തണം. വെറുതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. ഊഹിച്ച് പറയാൻ പാടില്ല. Antidoted by aconite, camphor, chamomilla, china, mercury, pulse, rustox, sepia, thoja. Antidote to aconite, aloe, china, iodine, mercury, nitric acid, oleander, rustox, sepia, thoja. അപ്പോ ഇതിന് പസ്റ്റുലാർ റപ്ഷൻ വരുന്നുണ്ടാവും. ഈ ഫ്ലൂയിഡ് ഇങ്ങനെ കുരുക്കള് പോലെ വന്നിട്ട് വെള്ളം അതിന് യൂസ് ചെയ്ത് വരുന്നുണ്ട്. പഴുപ്പുണ്ടോ? പഴുക്കുന്നില്ല. സീറസ് ഫ്ലൂയിഡ് വരുന്നുണ്ട്. ഒരു തരം ഒട്ടുന്ന സീറസ് ഫ്ലൂയിഡ്. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് റസ്റ്റോക്സ് വളരെ ഡൈല്യൂട്ട് ആക്കുക 1 ഡോസ്. എന്നിട്ടത് കൊടുക്കുക. 1 സ്പൂൺ കൊടുക്കുക. ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് 1 ഡോസ് കൊടുക്കുക. കൊടുക്കുമ്പോ അത് ആന്റിഡോട്ടോ. എന്നിട്ട് സൾഫർ വീണ്ടും എന്ത് ചെയ്യാം? നിങ്ങളൊരു 30 ഡൈല്യൂട്ട് ആക്കിയിട്ട് 1 ഡോസ് കൊടുക്കുക. സൾഫർ 30 1 ഡോസ് കൊടുക്കണോ? ഇപ്പോഴല്ല, ഇത് ആന്റിഡോട്ട് ചെയ്തിട്ട്. അത് ആന്റിഡോട്ട് ചെയ്തിട്ട് എത്ര നാൾ കഴിഞ്ഞിട്ട് കൊടുക്കാം സാർ? ആന്റിഡോട്ട് ചെയ്യുമ്പോൾ അത് കുറയും നല്ലോണം. കുറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ സൾഫർ റിപ്പീറ്റ് ചെയ്യണം. കുറഞ്ഞു കഴിയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് മാറിയിട്ടില്ല എന്ന്. അപ്പം സൾഫർ കൊടുക്കാൻ അതേപോലെ ഡൈല്യൂട്ട് ചെയ്തിട്ട് 1 ഡോസ് കൊടുത്താൽ മതി. 30 ചെറിയ കുട്ടിയാ സാർ. 2-3 വയസ്സാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ മരുന്ന് കൊടുക്കുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ റെമഡി റിയാക്ഷനെ പറ്റിയിട്ട് നോക്കണം. ഇപ്പോ ഞാനൊരു കേസിന് ഇതേപോലെ കൊടുത്തിട്ട് എന്താ സംഭവിച്ചെന്ന് എനിക്ക് തന്നെ മനസ്സിലായില്ല. കാരണം ഒരു കേസിന് ഡിമെൻഷ്യ ഉണ്ടായിരുന്നു, മറവി രോഗം. അപ്പൊ മറവി രോഗത്തിന് വേറെ സിംറ്റംസ് ഉണ്ടായിരുന്നു. വേറെ സിംറ്റംസ് ഒക്കെ ഉള്ളത് ഫോസ്ഫറസ് കൊടുത്തപ്പോ ഫോസ്ഫറസ് കൊണ്ട് ആ സിംറ്റംസ് ഒക്കെ കുറഞ്ഞു. മറവി രോഗം വന്നപ്പോ ഞാൻ ക്രോട്ടാലസ് 1 ഡോസ് കൊടുത്തു. ക്രോട്ടാലസ് കൊടുത്തപ്പം മറവി മാറി. പിന്നെ പേഷ്യന്റിനെ കണ്ടില്ല. പിന്നെ പേഷ്യന്റിനെ 2 മാസം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പൊ നോക്കുന്നു മറവി മാറി, പക്ഷെ എന്തുണ്ടായി? ഹെമറേജിക് സ്ട്രോക്ക് വന്നു. പേഷ്യന്റ് അൺകോൺഷ്യസ് ആയി, ഹോസ്പിറ്റലൈസ് ചെയ്ത് ഓപ്പറേഷൻ കഴിഞ്ഞ് റിക്കവർ ആയി വന്നു. പക്ഷെ മറവിന്റെ പ്രശ്നം ഇല്ല, മറവിന്റെ സിംറ്റം മാറി. അതെന്ത് ഓവർ ആക്ട് ചെയ്തതാണോ എന്ന് സംശയം. രോഗം മാറിയിട്ടും പ്രൂവിങ് നടക്കും ചില കേസുകളിൽ. അങ്ങനെ വരാൻ പാടില്ലല്ലോ. അങ്ങനെ വരുമ്പോ നമ്മളത് ആന്റിഡോട്ട് ചെയ്യണം. ചില ആളുകൾ വളരെ സെൻസിറ്റീവ് ആയിരിക്കും. ഈ കുട്ടിക്ക് ശകലം കൊടുത്തേ ഉള്ളൂ. 2-3 സ്പൂൺ കൊടുത്തതേ ഉള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു
പോപ്പുലേഷനിൽ എപ്പോഴും ഒരു ഹൈപ്പർ സെൻസിറ്റീവ് പേഷ്യൻസ് ഉണ്ടാവും. ഉം. അപ്പൊ നിങ്ങൾക്ക് അധികം ആളുകൾക്കൊന്നും ഡൗട്ട് കാണുന്നില്ല. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രാക്ടീസ് വേഗം സുഖമായിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ പ്രാക്ടീസിൽ ഇപ്പൊ നിലവിൽ പഠിപ്പിച്ച സംഗതികളിൽ പ്രാക്ടീസിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് പോകണം. അല്ലെങ്കിൽ നിങ്ങൾ ആ ഡൗട്ട് ആയിട്ട് നിൽക്കും. ഇതേപോലെ അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. ഹലോ സാർ. ആ ആ എനിക്കൊരു പേഷ്യന്റ് വന്നിട്ട് അത് ഒരു ഭയങ്കര ഫ്രോണ്ടൽ സൈനസൈറ്റിസ് ഉണ്ട്, മാക്സിലറി സൈനസൈറ്റിസ് ഒക്കെ വരാറുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതിനിപ്പോ വന്നിരിക്കുന്ന ഭയങ്കര തുമ്മൽ, അത് പണ്ട് തൊട്ടേ ഉള്ള തുമ്മല. അപ്പൊ രാവിലെ വയലന്റ് സ്നീസിങ് ആണ്, രാവിലെ ഉണ്ട്. പിന്നെ ഈ ഒരു ഹോട്ട് പേഷ്യന്റ് ആണ്. പക്ഷെ അവർക്ക് AC ഉള്ള റൂമിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് പ്രശ്നമാണ്. AC റൂമിന്റെ അടുത്തൊന്നും പോകാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാനാണെങ്കില് ഭയങ്കര ചൊറിച്ചിലെന്ന് പറയുമ്പോ അണ്ണാക്കും ചെവിക്കകത്തും മൂക്കിനകത്തും ഒക്കെ ഉള്ളിൽ ഭയങ്കര ചൊറിച്ചില. അപ്പൊ ചൊറിച്ചിലാണെന്ന് പറഞ്ഞെങ്കിലും പക്ഷെ ഇത് തുമ്മുന്നതിന് മുമ്പൊന്നും ഈ ചൊറിച്ചിലല്ല, തുമ്മിയൊക്കെ കഴിഞ്ഞതിന് ശേഷമോ. പക്ഷെ ഫുൾ ടൈം ചൊറിച്ചില, പകലെല്ലാം തുമ്മലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ അല്ലാതെ ചൊറിച്ചിലുണ്ട്. അപ്പൊ ഞാൻ അയയുടെ വണ്ണം ഒരു ഡോസാ കൊടുത്തത്. പക്ഷെ അതിനുശേഷം AC റൂമിലൊക്കെ പോകുന്നതിന് കുഴപ്പമില്ല. തുമ്മൽ ഇപ്പൊ 3-4 ദിവസം ആയിട്ടേ ഉള്ളൂ. പക്ഷെ തുമ്മലൊക്കെ കുറഞ്ഞിട്ടുണ്ട്. തുമ്മൽ അങ്ങനെ വലുതായിട്ടില്ല. മറ്റത് ഭയങ്കര തുമ്മലായിരുന്നു. ശ്വാസം മുട്ടൊക്കെ ഉണ്ട്. അവര് മറ്റേ ഇതുമൊക്കെ പഫ് എടുക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ചൊറിച്ചില് ഭയങ്കര ചൊറിച്ചില, ചെവിക്കകത്തൊക്കെ ഭയങ്കര ചൊറിച്ചിലാന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞു കേട്ടോ. അപ്പൊ നമ്മൾ ഈ നെക്സ്റ്റ് ടൈം വരുമ്പം ഈ തുമ്മല് രാവിലെ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിപ്പം അടുത്ത മെഡിസിൻ കൊടുക്കാം. നമുക്ക് എവിടെയാണ് ചൊറിച്ചില്, പെണ്ണാക്കില് ചൊറിച്ചിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൾസാരിന്റെ കൊടുക്കാം. ചെവിയിലാണ് കൂടുതൽ സൈക്ലാമൻ കൊടുക്കാം. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് നമ്മൾക്ക് അങ്ങനെ കൊടുക്കാം. അപ്പൊ ഇത് നമ്മൾ കൊടുത്തിട്ട് ഒരുപക്ഷെ പിന്നെയും ഇതുപോലെ മോർണിംഗ് സ്നീസിങ്, ഇങ്ങനെ വയലന്റ് സ്നീസിങ് പറയുവാണെങ്കിൽ നമ്മൾ പിന്നെ ഒരു തൊട്ട് അയഡിൻ സാധാരണ ഇപ്പൊ അയഡിൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ചൊറിച്ചിലൊക്കെ സാധാരണ കുറയാറുണ്ട്. ഒരു കുറവില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഈ മരുന്ന് കൊടുക്കാം. അപ്പം ഈ ചൊറിച്ചിൽ കുറവുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ പിന്നെ ഒന്നും ചെയ്യണ്ട. സ്നീസിങ് റിലാക്സ് ചെയ്ത് നമ്മള് കൊടുക്കേണ്ടി വരും. എന്താ സാർ കേട്ടില്ല, സ്റ്റക്കായി പോയി. മോർണിംഗ് വയലന്റ് സ്നീസിങ് വീണ്ടും വരികയാണെന്ന്, സ്നീസിങ് മോർണിംഗ് അല്ലേ വയലന്റ് ആയിട്ട് വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ വാട്ടർ ഡോസ് ആയിട്ട് കൊടുക്കാം. റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഹയർ പൊട്ടൻസി കൊടുക്കാം. ഹയർ പൊട്ടൻസി കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ വേറൊരു കേസാണെങ്കിൽ എനിക്കിങ്ങനെ പൈൽസിന്റെ അത് ഭയങ്കര ചൊറിച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു. അത് അവര് ഫുഡ് കഴിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോ എനിക്കത് സൾഫർ പോലെ തോന്നിട്ട് ഞാൻ സൾഫർ കൊടുത്തു കഴിഞ്ഞിട്ട് അടുത്ത വർഷം പല ചോദ്യവും എല്ലാം ചോദിച്ചിട്ടും അലർജി കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പൊ നെക്സ്റ്റ് ടൈം വന്നപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞ ബേണിംഗ് ഒക്കെ അങ്ങനെ തന്നെ ഉണ്ട്, എരിച്ചിലുണ്ട്, ബഞ്ചസ് ആയിട്ടൊക്കെ ഇങ്ങനെ ഹെമറോയിഡ്സ് ഇങ്ങനെ പുറത്തോട്ട് തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ ഈ വയലന്റ് സ്നീസിങ്ങിന്റെ കാര്യം പറഞ്ഞു. ഈ മീനൊക്കെ പൊരിക്കുമ്പം ഭയങ്കര തുമ്മലുണ്ട്. പണ്ടൊക്കെ ഇങ്ങനെ രാവിലെ ഭയങ്കര തുമ്മലുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയില്ല, മീൻ പൊരിക്കുമ്പോഴൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു വയലന്റ് സ്നീസിങ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ അയഡം വണ്ണം ഒരു ഡോസ് കൊടുത്തു. പക്ഷെ അത് കൊടുത്തതിന് ശേഷം അവർ പറഞ്ഞ പൈൽസും ഒക്കെ ഒത്തിരി കുറഞ്ഞു. ആ ഒരു ഇതുമൊക്കെ തുമ്മലിന്റെ ഇതുമൊക്കെ കുറഞ്ഞവർക്ക് അങ്ങനെ അവർക്ക് അന്നേരം മുഖിനകത്ത് ചൊറിച്ചിലുണ്ടായിരുന്നു. അപ്പൊ ആ ചൊറിച്ചിലൊക്കെ കുറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ അയഡം കൊടുത്തത് തന്നെ വേറെ കുറച്ച് സ്നീസിങ് ഉണ്ടായിരുന്ന പേഷ്യൻസ് ആണെങ്കിൽ ഇപ്പൊ പറയുന്നത് മൂക്കിനകത്ത് രാവിലെ ആവുമ്പം, ഇപ്പൊ തുമ്മലൊന്നുമില്ല, പക്ഷെ രാവിലെ ആവുമ്പം മൂക്കിനകത്ത് എരിഞ്ഞു വരുക. പക്ഷെ അവർക്ക് തുമ്മലില്ല, പക്ഷെ മൂക്കിനകത്ത് ഭയങ്കര എരിച്ചില, എരിഞ്ഞു വരുക. ചൊറിച്ചിലുമല്ല, എരിച്ചിലാണെന്നാ പറയുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല എന്ത് ചെയ്യണോ. അപ്പൊ ഞാനൊന്ന്
ഒന്നുകൂടി സാറിന് റിപ്പീറ്റ് ചെയ്ത് കൊടുത്തു വാട്ടർ ഡോസ്. വാട്ടർ ഡോസ് കൊടുത്തു നോക്കാന്ന്. ഉം. ഓക്കെ, അങ്ങനെ. പിന്നെ പിന്നെ വേറെ പിന്നെ ഇന്നൊരു കുഞ്ഞിനാണെങ്കിൽ പുറത്ത് ഇന്നലെ രാത്രി തൊട്ട് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, അത് പുറം മൊത്തം ഇങ്ങനെ മണല് വാരി ഇട്ടതുപോലെ പുറം മൊത്തം ഫുൾ ബോഡി ഇങ്ങനെ ഉണ്ട്. അപ്പൊ അത് കുളിച്ചു കഴിഞ്ഞപ്പോ ചൊറിച്ചിൽ കൂടി എന്നൊക്കെ കുഞ്ഞ് പറയുന്നുണ്ട്. പക്ഷെ പുറം മൊത്തം ഉണ്ട്. പക്ഷെ നമുക്ക് കണ്ടാൽ നമുക്ക് കാണാൻ എങ്ങനെ പറ്റത്തില്ല. പക്ഷെ നമ്മൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ആ പുറം മൊത്തം ഉണ്ടത്. ഉം. അപ്പൊ അത് അവരെങ്ങനെ പെട്ടെന്ന് കൊണ്ടുവന്ന് എന്താ ഈ അലർജി ഉള്ള അമ്മയുടെ കുഞ്ഞ് തന്നെ അത്. അപ്പൊ ഞാൻ പിന്നെ സൾഫർ 200 ഒരു ഡോസ് കൊച്ചുങ്ങൾക്കൊക്കെ ഇങ്ങനെ സൾഫർ എനിക്ക് പേടിയാന്ന്. 0/1 കൊടുത്താൽ മതിയോ? 200 കൊടുക്കുന്നുണ്ടോ? വല്ല കുഴപ്പമുണ്ടോ? ഇവര് ഓവർ സെൻസിറ്റീവ് ആണെന്ന് നമ്മളെങ്ങനെ അറിയും? മുൻകൂട്ടി അറിയാൻ ഒരു വഴിയില്ല. വഴിയില്ല. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അതുകൊണ്ടാണ് അനിമാന് ഡോസ് ഡൈല്യൂട്ട് ആക്കിയിട്ട് മറ്റേ സെന്റിസിമൽ സ്കെയിലും മില്ലിസിമൽ സ്കെയിലും ഒക്കെ ഉണ്ടാക്കിയത്. അപ്പൊ കുഞ്ഞുങ്ങൾ വരുമ്പോ നമ്മൾ സൾഫർ കൊടുക്കുമ്പം എങ്ങനെ കൊടുക്കാം? ഇങ്ങനെ തന്നെ കൊടുക്കാം, ഡയറക്റ്റ് കൊടുക്കാം. കൊടുത്തിട്ട് അഗ്രവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള മറുവിദ്യ ഉണ്ടല്ലോ, ആന്റിഡോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അങ്ങനെ ചെയ്യാം. ഓക്കെ സാർ. ജസ്ലിൻ, അദീബ, അരുൺ ഇവരൊക്കെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തോളൂ കേട്ടോ. ഇവിടുന്നോ അല്ലെങ്കിൽ മറ്റേ ഗ്രൂപ്പിലോ എങ്ങനെയാണെങ്കിലും, അല്ലെങ്കിൽ വിളിക്കാം, ഇതും ചെയ്യാം. ആരാ കണ്ണൂരിൽ നിന്ന് വരുന്നത്? കണ്ണൂർ എവിടെയാണ്? ഹലോ, ബാബി സിസ്റ്റർക്ക് അറിയോ അവര് കണ്ണൂർ എവിടെയാണെന്ന്? കേൾക്കുന്നില്ല? ഇല്ല, അപ്പൊ കേൾക്കുന്നുണ്ട്. കണ്ണൂര് ഇരിട്ടിയടുത്ത്. അതെ, എവിടെ? പയ്യാവൂര് എന്ന് പറയും. പയ്യാവൂര്, ഇരിട്ടിയടുത്ത് പയ്യാവൂര്. എനിക്ക് ട്രാൻസ്ഫർ ആയിട്ടോ, പ്രൊമോഷൻ ട്രാൻസ്ഫർ ആയി. എങ്ങോട്ട്? ആറളം ഫാം ഇരിട്ടിയടുത്ത്. അതെയാ? കൺഗ്രാജുലേഷൻ സർ. അപ്പോ ഞാന് ഒരു 9 ദിവസം കഴിഞ്ഞാല്, 9 ദിവസം ഒരു 10-12 ദിവസം കഴിഞ്ഞാൽ അവിടെ ജോയിൻ ചെയ്യും. അടുത്ത ക്ലാസ്സിൽ ചെലവ് ചെയ്യണം. കണ്ണൂർ കേൾക്കാവേ. കണ്ണൂര് ഇരിട്ടി അടുത്താണല്ലോ ഈ ആറളം ഫാം. അടുത്ത ക്ലാസ് ഞങ്ങൾക്ക് ചെലവ് ചെയ്യണം. ഒരു ക്ലാസ് അവിടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ട് ഒരു ക്ലാസ് അവിടെ കണ്ണൂരില്. സ്ഥലമൊക്കെ റെഡിയാക്കി തരാം. സ്ഥലം ഒന്നും റെഡി ആയിട്ടില്ല, അവിടെ ഒരു പരിചയമില്ലാത്ത സ്ഥലമാണ്. ഞാനവിടെ എത്തുമ്പോ വിളിക്കണ്ട്. ഓക്കെ സാറേ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വേറെ ആർക്കും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ എന്നാ, ഗുഡ് നൈറ്റ്. Okay, thank you, sir. Okay. Good night.